മാഞ്ചിത്ത് പറഞ്ഞ അനുസരിച്ച് പ്രതാപ് സിംഗ് അന്വേഷണം ഒന്ന് സ്ലോ ഡൗൺ ചെയ്തു. പ്രതാപ് സിംഗും ടീമും 3 സ്ഥലങ്ങളിൽ നിന്നാണ് ആളുകളെ അറസ്റ്റ് ചെയ്തത്. കമ്പനി ഗാർഡൻസ്, ബ്ലഡ് ബാങ്ക്, അതുപോലെ കാക്കർ ഹോസ്പിറ്റലിന് സമീപത്തുള്ള ഗ്രീൻ അവന്യൂ എന്ന് പറയുന്ന സ്ഥലം. ആ 3 സ്ഥലവും ശരിക്കും സാധാരണക്കാർ വരുന്ന സ്ഥലങ്ങളാണ്. ആ സ്ഥലത്ത് തമ്പടിക്കുന്ന ഏജന്റുകൾ ആവശ്യക്കാരെ കൃത്യമായി ഐഡന്റിഫൈ ചെയ്ത് അവരെ കിഡ്നി ഡോണേഴ്സ് ആക്കി മാറ്റുന്ന പ്രക്രിയയാണ് നടന്നു വന്നിരുന്നത്. അവിടെ നിന്നാണ് 14 മിഡിൽമെൻ എന്ന് വിളിക്കപ്പെടുന്ന ആളുകളെ പ്രതാപ് സിംഗ് ടീമും അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അവരുമായി കണക്ട് ചെയ്ത് മുകളിലേക്ക് അന്വേഷണം പോകേണ്ടതാണ്. പ്രതാപ് സിംഗ് ടീമും പക്ഷേ പരസ്യമായ അന്വേഷണം ഒന്ന് സ്ലോ ഡൗൺ ചെയ്തിട്ട് രഹസ്യമായ അന്വേഷണത്തിലേക്ക് കടക്കുന്നത് അവിടെ മുതലാണ്. ആ 14 പേരെയും ചോദ്യം ചെയ്തപ്പോൾ ഒരു കാര്യം വ്യക്തമായി. 14 പേരും കിഡ്നി ഡോണേഴ്സ് ആണ്. 14 പേരും പാവപ്പെട്ട കുടുംബങ്ങളിലെ ആളുകളുമാണ്. നിവൃത്തിയില്ലാത്ത സാഹചര്യത്തിൽ മോഹിപ്പിക്കപ്പെട്ടപ്പോഴാണ് ആ 14 പേരും അവരുടെ കിഡ്നി ഡൊണേറ്റ് ചെയ്തത്. 10,000 മുതൽ 40,000 രൂപ വരെ അവർക്ക് അതിന് പ്രതിഫലവും കിട്ടിയിട്ടുണ്ട്. അവരെ പോലെ കിഡ്നി കൊടുക്കാൻ താല്പര്യമുള്ള ആളുകളെ കണ്ടെത്തി കൊടുത്താൽ അവർക്ക് കമ്മീഷൻ കൊടുക്കാമെന്ന് ചന്തുവും രാജുവും അവരോട് പറഞ്ഞതുകൊണ്ടാണ് ആ 14 ടീം 3 സ്ഥലത്തായി അനുയോജ്യരായ ആളെ കണ്ടെത്താനായി എത്തിയത്. അവിടെ വെച്ചാണ് അവർ പോലീസിന്റെ പിടിയിലാകുന്നത്. അവർക്ക് ആകെ അറിയാവുന്നത് ചന്തുവിനെയും രാജുവിനെയും മാത്രമാണ്. പക്ഷേ അവരുടെ സംഭാഷണത്തിൽ നിന്ന് ഒരു കാര്യം കൂടി പ്രതാപ് സിംഗിന് മനസ്സിലായി. അത് കാക്കർ ഹോസ്പിറ്റലാണ്. കാക്കർ ഹോസ്പിറ്റലിലാണ് ആ 14 പേരുടെയും കിഡ്നി റിമൂവ് ചെയ്തിരിക്കുന്നത്. കാക്കർ ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള ആ ഇൻഫർമേഷൻ ശരിക്കും നിർണായകമായ ഒന്നായതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഈ 14 പേരുടെയും ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം അവരെ താമസിപ്പിച്ച സേഫ് ഹൗസുകളെ കുറിച്ച് പ്രതാപ് സിംഗ് അന്വേഷണം തുടങ്ങി. ആ സേഫ് ഹൗസുകളിലേക്ക് നേരിട്ട് ചെന്നിട്ടല്ല പ്രതാപ് സിംഗ് ടീമും അന്വേഷിച്ചത്. അവർ ആ സേഫ് ഹൗസുകൾ ഇട്ടിരിക്കുന്ന ബിൽഡിംഗ് ഓണേഴ്സ് ആരാണെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തിയത്. ആ ബിൽഡിംഗ് ഓണേഴ്സിനെ കണ്ടപ്പോഴാണ് ഒരു കാര്യം അറിയുന്നത്. ആ ബിൽഡിംഗ് ആരോ വാടക എടുത്തിരിക്കുകയാണ്. വാടക എടുത്തിരിക്കുന്നത് ചില NGOs ആണ്. അമൃത്സറിലുള്ള അറിയപ്പെടുന്ന ചില സന്നദ്ധ സംഘടനകൾ കിഡ്നി ഓപ്പറേഷൻ കഴിഞ്ഞ ആൾക്കാർക്ക് സൗജന്യമായി താമസിക്കാനും ചികിത്സിക്കാനുമായി ഒരു സേഫ് ഹൗസ് ആരംഭിച്ചതാണ്. സന്നദ്ധ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ആ സേഫ് ഹൗസുകളൊക്കെ അവർ തുടങ്ങിയിരിക്കുന്നത്. കിഡ്നി ഓപ്പറേഷൻ കഴിഞ്ഞ ആൾക്കാർക്ക് സേഫ് ഹൗസുകൾ വേണ്ടി വരുമെന്ന് എങ്ങനെ മനസ്സിലായി എന്നുള്ള പോലീസിന്റെ ചോദ്യത്തിന് ആ സന്നദ്ധ സംഘടനക്കാർക്ക് വ്യക്തമായ ഉത്തരമുണ്ടായിരുന്നു. അവർ വർഷങ്ങളായിട്ട് അനവധി സന്നദ്ധ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നവരാണ്. കിഡ്നി ഡൊണേറ്റ് ചെയ്ത പലരും അവശരായി റോഡരികിലേക്ക് കിടക്കുന്നത് കണ്ടപ്പോഴാണ് സേഫ് ഹൗസ് എന്ന ആശയം അവരുടെ മനസ്സിൽ ഉദിക്കുന്നത്. അതുകൊണ്ടാണ് അവർ സേഫ് ഹൗസിൽ തുടങ്ങിയത്. വളരെ വ്യക്തമാണ് അവരുടെ ഉത്തരമെങ്കിലും പ്രതാപ് സിംഗ് ആ സന്നദ്ധ സംഘടനകളെ കുറിച്ച് കൂടുതൽ കാര്യമായി അന്വേഷിച്ചപ്പോൾ ഒരു കാര്യം കൂടി അദ്ദേഹത്തിന് മനസ്സിലാവുകയാണ്. ആ സന്നദ്ധ സംഘടനകൾക്ക് പ്രവർത്തിക്കാനുള്ള പണം സംഭാവനയായി കൊടുത്തിരിക്കുന്നത് കാക്കർ ഹോസ്പിറ്റലാണ്. കാക്കർ ഹോസ്പിറ്റൽ ആ സന്നദ്ധ സംഘടനകൾക്ക് വേണ്ടി മെഡിക്കൽ ക്യാമ്പുകളും നടത്താറുണ്ട്. പ്രത്യേകിച്ച് കിഡ്നി അസുഖമുള്ള ആളുകളെ കണ്ടുപിടിക്കാനുള്ള ക്യാമ്പുകളാണ് കാക്കർ ഹോസ്പിറ്റൽ നടത്തുന്നത്. ആ സന്നദ്ധ സംഘടനകൾ ഓരോ സ്ഥലത്തും ചെന്ന് വലിയ ക്യാമ്പയിൻ നടത്തി വൃക്ക രോഗികളെ ആ ക്യാമ്പിലേക്ക് എത്തിക്കുന്നു. കാക്കർ ഹോസ്പിറ്റലിൽ നിന്ന് ആ ക്യാമ്പിൽ പങ്കെടുക്കാനെത്തുന്ന ഡോക്ടേഴ്സ് സൗജന്യമായിട്ട് ആ ക്യാമ്പിൽ പങ്കെടുക്കുകയും രോഗികളെ പരിശോധിക്കുകയും വൃക്ക രോഗമുള്ള ആളുകളെ കാക്കർ ഹോസ്പിറ്റലിലേക്ക് തന്നെ റെക്കമെൻഡ് ചെയ്യുകയും ചെയ്യും. സന്നദ്ധ സംഘടനകളും കാക്കർ ഹോസ്പിറ്റലും തമ്മിൽ ഒരു ബന്ധം അവിടെ പ്രതാപ് സിംഗ് നോട്ട് ചെയ്യുകയാണ്. മറ്റൊരു വളരെ വളരെ നിർണായകമായ ഒരു ഇൻഫർമേഷൻ കൂടി ഈ സമയത്താണ് പ്രതാപ് സിംഗിന് കിട്ടുന്നത്. കാക്കർ ഹോസ്പിറ്റലിലെ കിഡ്നി ഓപ്പറേഷനുകൾക്ക് നേതൃത്വം വഹിക്കുന്നത് ഡോക്ടർ സരിനാണ്. നേരത്തെ കീർത്തിയുടെ കോളേജിൽ ഒരു ക്ലാസ് എടുക്കാനായി വന്ന അതേ ഡോക്ടർ സരിൻ. ആ ഇൻഫർമേഷൻ പ്രതാപ് സിംഗിനെ ലേശമൊന്നുമല്ല അമ്പരപ്പിച്ചത്. പ്രതാപ് സിംഗ് ഡോക്ടർ സരിനെ കുറിച്ചുള്ള കൂടുതൽ ഇൻഫർമേഷൻ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പ്രതാപ് സിംഗിനെ കാണാനായി ലൂധിയാനയിൽ നിന്ന് 2 സഹോദരന്മാർ അദ്ദേഹത്തിന്റെ ഓഫീസിലെത്തുന്നത്. സച്ച സിംഗ് എന്നും ശർവൺ സിംഗും എന്നുള്ള സഹോദരന്മാരാണ് വന്നത്. സച്ച സിംഗ് ഒരു ഹോക്കി പ്ലെയർ ആയിരുന്നു. അയാൾ പക്ഷേ ഹോക്കി കളിക്കാൻ പോകുന്നതിൽ അയാളുടെ അച്ഛന് ശരിക്കും എതിർപ്പുണ്ടായിരുന്നു. ഒരു ദിവസം അച്ഛൻ സച്ച സിംഗിന്റെ ഹോക്കി സ്റ്റിക്ക് ഗ്രൗണ്ടിലിട്ട് തല്ലി ഓടിച്ച് സച്ച സിംഗിനെ വഴക്ക് പറഞ്ഞപ്പോൾ സങ്കടം തോന്നിയ സച്ച സിംഗ് രാത്രി വീട് വിട്ട് അമൃത്സറിലെത്തിയതാണ്. അമൃത്സറിലെത്തിയ സച്ച സിംഗ് സുവർണ ക്ഷേത്രത്തിൽ ഒരു സഹായിയായി കൂടി. അവിടെ ആർക്കും സുവർണ ക്ഷേത്രത്തിൽ വരുന്ന ആളുകളെ സഹായിക്കാനായി കൂടാ. ഭക്ഷണവും താമസവും ഒക്കെ അവിടെ തന്നെ നടക്കും. സച്ച സിംഗ് ആ ക്ഷേത്രത്തിൽ ആളുകളുടെ സഹായിയായി കൂടി മുന്നോട്ട് പോകുമ്പോഴാണ് അയാൾ ഒരു ചെറുപ്പക്കാരനുമായി പരിചയത്തിലാകുന്നത്. ആ ചെറുപ്പക്കാരന് ഒരു കാറൊക്കെ ഉണ്ട്. ചെറുപ്പക്കാരൻ സച്ച സിംഗിനെ പലപ്പോഴും വൈകുന്നേരങ്ങളിൽ
ടൗണിൽ കറങ്ങാനൊക്കെ കൊണ്ടുപോകും. സച്ച സിംഗുമായി ടൗണിൽ കറങ്ങുമായിരുന്ന ആ ചെറുപ്പക്കാരൻ സച്ച സിംഗിന് ഡ്രൈവിംഗിൽ താല്പര്യമുണ്ടെന്ന് തോന്നിയപ്പോൾ ഡ്രൈവിംഗ് പഠിപ്പിച്ചു തുടങ്ങി. അധിക ദിവസങ്ങൾ കഴിയും മുമ്പ് തന്നെ സച്ച സിംഗ് ഒരുമാതിരി നന്നായിട്ട് ഡ്രൈവ് ചെയ്യുന്ന പരുവത്തിലെത്തിയപ്പോൾ ഒരു ദിവസം സച്ച സിംഗിനെ അയാൾ ചണ്ഡീഗഡിലേക്ക് കൂട്ടി. അമൃത്സറിൽ നിന്ന് ചണ്ഡീഗഡ് വരെ ഹൈവേയിലൂടെ വാഹനം ഒരിക്കലും ഓടിച്ചു വന്നാൽ സച്ച സിംഗ് നല്ലൊരു ഡ്രൈവറായി മാറുമെന്ന് ആ ചെറുപ്പക്കാരൻ സച്ച സിംഗിനോട് പറഞ്ഞതുകൊണ്ടാണ് സച്ച സിംഗ് അയാൾക്കൊപ്പം കൂടിയത്. അമൃത്സറിൽ നിന്ന് ചണ്ഡീഗഡിലേക്കുള്ള ആ ഹൈവേയിൽ ഒത്തിരിയേറെ ദൂരം സച്ച സിംഗ് തന്നെയാണ് ഓടിച്ചത്. ട്രാഫിക് കൂടിയപ്പോൾ സച്ച സിംഗിന്റെ കയ്യിൽ നിന്ന് ഡ്രൈവിംഗ് വീലിന്റെ നിയന്ത്രണം ആ ചെറുപ്പക്കാരൻ ഏറ്റെടുത്തു. ചണ്ഡീഗഡിലെത്തിയ അവർ ആ ചെറുപ്പക്കാരന്റെ സുഹൃത്തിന്റെ വീട്ടിലാണ് എത്തിയത്. സുഹൃത്തിന്റെ വീട്ടിലെത്തി സുഹൃത്തിനെ കണ്ടപ്പോഴാണ് ഒരു കാര്യം സച്ച സിംഗിനോട് ആ ചെറുപ്പക്കാരൻ പറയുന്നത്. അയാളുടെ സുഹൃത്ത് ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. അയാളുടെ കിഡ്നി തകരാറിലായിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് കിഡ്നി മാറ്റിവെക്കേണ്ട ഒരു സാഹചര്യം എത്തിയിരിക്കുകയാണ്. ആ ചെറുപ്പക്കാരനും ആ പോലീസ് SIയും പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധാപൂർവം കേട്ടിരിക്കുന്ന സച്ച സിംഗിനോടായി പെട്ടെന്ന് ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, സച്ച, നിന്റെ ബ്ലഡ് ഗ്രൂപ്പും ഇദ്ദേഹത്തിന്റെ ബ്ലഡ് ഗ്രൂപ്പും യോജിക്കുന്നുണ്ട് കേട്ടോ. അത് കേട്ടപ്പോൾ സച്ച ഒന്ന് ചിരിച്ചു. സച്ച ചിരിക്കുന്ന കണ്ടതും ആ ചെറുപ്പക്കാരൻ സച്ചയോട് പറഞ്ഞു, സച്ച, നിനക്ക് 2 കിഡ്നിയില്ലേ, ഒരെണ്ണം ഇദ്ദേഹത്തിന് കൊടുത്താൽ ഇദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാൻ പറ്റും. സച്ചയുടെ സുഹൃത്തിന്റെ ആ അഭ്യർത്ഥന കേട്ട സച്ച സിംഗ് ശരിക്കും ഞെട്ടി. തികച്ചും അപ്രതീക്ഷിതമായിട്ടാണ് അവനോട് അങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കുന്നത്. ഭയന്നുപോയ സച്ച സിംഗ് വീടിന് പുറത്തേക്ക് ഇറങ്ങി ഓടാൻ ശ്രമിച്ചതും ആ പോലീസ് ഉദ്യോഗസ്ഥനും സച്ച സിംഗിന്റെ സുഹൃത്തും കൂടി സച്ച സിംഗിനെ തടഞ്ഞു നിർത്തി. തോക്കുമുനയിൽ തടഞ്ഞു നിർത്തുകയായിരുന്നു. സച്ച സിംഗിന് ബോധം വീഴുമ്പോൾ സച്ച സിംഗ് ഒരു ഹോസ്പിറ്റലിലെ ബെഡിൽ കിടക്കുകയാണ്. താൻ ഹോസ്പിറ്റൽ കിടക്കയിലാണെന്ന് മനസ്സിലാക്കിയ സച്ച സിംഗ് അമ്പരപ്പോടെ അവന്റെ പുറത്ത് തപ്പുമ്പോൾ അവൻ ആ കാര്യം മനസ്സിലായി. അവന്റെ പുറത്ത് ഒരു വലിയ കെട്ടുണ്ട്. അന്വേഷിച്ചപ്പോൾ അയാൾ ആ വിവരം അറിഞ്ഞു. അയാളുടെ കിഡ്നി റിമൂവ് ചെയ്തിരിക്കുകയാണ്. ആ ഹോസ്പിറ്റലിൽ നിന്ന് സേഫ് ഹൗസിലേക്ക് കൊണ്ടുപോകുന്ന വഴി സച്ച സിംഗ് ചാടി രക്ഷപ്പെടുകയായിരുന്നു. അവൻ വളരെ പാടുപെട്ടാണ് അവന്റെ ഗ്രാമത്തിൽ തിരിച്ചെത്തിയത്. കുറെ നാളത്തെ വിശ്രമത്തിന് ശേഷം സച്ച സിംഗും അനുജൻ ശരവൺ കൂടി സമീപത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതി കൊടുത്തിരുന്നു. പക്ഷേ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥന്മാർ അവരുടെ പരാതിക്ക് ഒരു പ്രാധാന്യം കൊടുത്തില്ല. അന്വേഷിക്കാമെന്ന് പറഞ്ഞ് അവര് ആ പരാതി എഴുതി വാങ്ങിച്ചു വെച്ചു എന്ന് മാത്രം. കുറെ നാളായിട്ടും ഒരു തരത്തിലുള്ള അന്വേഷണവും അവർ കാണാതിരുന്നപ്പോഴാണ് പ്രതാപ് സിംഗ് കിഡ്നി റാക്കറ്റിനെ അറസ്റ്റ് ചെയ്ത വാർത്ത അവർ പത്രത്തിൽ വായിക്കുന്നത്. അത് വായിച്ച അറിവിൽ നിന്നാണ് ലൂധിയാനയിൽ നിന്ന് ആ സഹോദരന്മാർ അമൃത്സറിലെത്തിയത്. സച്ച സിംഗിന്റെ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ പ്രതാപ് സിംഗ് സച്ച സിംഗിനെ മഞ്ജിത്തിന്റെ അടുത്തേക്ക് അയച്ചു. ഒരു അഫിഡവിറ്റ് തയ്യാറാക്കാനാണ് മഞ്ജിത്തിനോട് പ്രതാപ് സിംഗ് ആവശ്യപ്പെട്ടത്. സച്ച സിംഗിന്റെ കഥയെ ആസ്പദമാക്കിക്കൊണ്ട് മഞ്ജിത്ത് നല്ലൊരു അഫിഡവിറ്റ് തയ്യാറാക്കി. ആ അഫിഡവിറ്റിൽ സച്ച സിംഗ് ബന്ധപ്പെട്ട ആളുകളുടെ മുഴുവൻ പേരുകളും വ്യക്തമായി സൂചിപ്പിക്കുകയാണ്. ഈ സമയത്താണ് സച്ച സിംഗിനെ പോലെ മറ്റൊരു വ്യക്തി പ്രതാപിനെ സമീപിക്കുന്നത്. അയാളുടെ പേര് രാജ്ബീർ സിംഗ് എന്നാണ്. ചന്തുവും രാജുവും ചേർന്നാണ് രാജ്ബീർ സിംഗിനെ കെണിപ്പെടുത്തിയത്. രാജ്ബീർ സിംഗിന്റെ കിഡ്നി രാജസ്ഥാൻകാരനായ ഒരാൾക്കാണ് മാറ്റിവെച്ചത്. രാജ്ബീർ സിംഗിന്റെ പരാതിയും മഞ്ജിത്ത് വളരെ വ്യക്തമായ ഒരു അഫിഡവിറ്റ് ആക്കി മാറ്റി. ഇപ്പോ SP പ്രതാപ് സിംഗിന്റെ മുന്നിൽ 2 പരാതികളുണ്ട്. ഒന്ന് സച്ച സിംഗിന്റെതും മറ്റൊന്ന് രാജ്ബീർ സിംഗിന്റെതും. ആ 2 പരാതികളും പ്രതാപ് സിംഗിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ വിഷയമാണ്. ഇതുവരെ വ്യക്തമായ പരാതി ഇല്ലാതിരുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിന് കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തത്. ഇപ്പൊ ഇതാ 2 പരാതിക്കാരുണ്ട്, അവരുടെ പരാതികളുമുണ്ട്. സച്ച സിംഗിന്റെയും രാജ്ബീറിന്റെയും പരാതികളുടെ അടിസ്ഥാനത്തിൽ ആരൊക്കെയാണ് കിഡ്നി റാക്കറ്റുമായി ബന്ധപ്പെട്ട ആളുകളെന്നും ഏതൊക്കെ സ്ഥാപനങ്ങളാണ് ആ റാക്കറ്റുമായി കണക്ട് ആയിരിക്കുന്നെന്നുള്ള ഒരു ലിസ്റ്റ് പ്രതാപ് സിംഗ് ടീമും ഉണ്ടാക്കിയെടുത്തു. ഏറ്റവും താഴെത്തട്ടിൽ ഡോണേഴ്സ് ആണ്. ഡോണേഴ്സിന് മുകളിൽ മിഡിൽമെൻ എന്നറിയപ്പെടുന്ന ആളുകളാണ്. ഈ മിഡിൽമെൻ എന്നറിയപ്പെടുന്നവർ ഒക്കെയും നേരത്തെ ഡോണേഴ്സ് ആയിരുന്ന ആളുകളാണ്. ഈ മിഡിൽമെന്നും ഡോണറും തമ്മിൽ കണ്ടുമുട്ടുന്ന ഒരു വെന്യൂ ഉണ്ട്. കമ്പനി ഗാർഡൻസും ബ്ലഡ് ബാങ്കും അതുപോലെ കാക്കർ ഹോസ്പിറ്റലിന് സമീപത്ത് ഗ്രീൻ അവന്യൂ ഒക്കെ അത്തരത്തിലുള്ള സ്ഥലങ്ങളാണ്. നേരത്തെ സച്ച സിംഗിന്റെ കഥയിൽ സൂചിപ്പിച്ച പോലെ അമൃത്സറിലെ ആ സുവർണക്ഷേത്രവും അത്തരത്തിൽ ഒരു വെന്യൂ ആണ്. എവിടെയൊക്കെ പാവപ്പെട്ട ആളുകൾ വരാൻ സാധ്യതയുണ്ടോ അവിടെയെല്ലാം പാവപ്പെട്ട ആളുകളെ കാത്തിരിക്കുന്ന മിഡിൽമെൻ ഉണ്ടെന്ന അർത്ഥം. ഡോണേഴ്സിനെയും ചന്തുവിനെയും രാജുവിനെയും കണക്ട് ചെയ്യുന്ന ആളുകളെയാണ് നമ്മളുടെ മിഡിൽമെൻ എന്ന് വിളിക്കുക. ചന്തുവിനും രാജുവിനും മുകളിൽ ആരാണെന്നുള്ള കാര്യത്തെക്കുറിച്ച് ആർക്കും വലിയ വിവരമില്ല. പക്ഷെ അവർക്ക് മുകളിൽ കാക്കർ ഹോസ്പിറ്റലുകളും ക്ലിനിക്കും ക്യാമ്പുകളും അതുപോലെ സേഫ് ഹൗസുകളും ഒക്കെ ഉണ്ടെന്നറിയാം. ഇതിനൊക്കെ പുറമെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഓതറൈസേഷൻ കമ്മിറ്റി. ഒരു അപരിചിതന്റെ ശരീരത്തിൽ നിന്ന് കിഡ്നി മാറ്റിവെക്കണമെങ്കിൽ ഓതറൈസേഷൻ കമ്മിറ്റിയുടെ അപ്രൂവൽ വേണം.
ഓതറൈസേഷൻ കമ്മിറ്റി അറിഞ്ഞു തന്നെയാണ് സച്ച സിംഗിന്റെയും രാജ്ബീറിന്റെയും കിഡ്നി എടുത്തു മാറ്റിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഓതറൈസേഷൻ കമ്മിറ്റിയും ഈ കിഡ്നി സ്കാമിന്റെ ഭാഗമായിട്ടുള്ള ഒരു ടീമാണ്. മറ്റൊരു ടീം എന്ന് പറയുന്നത് ഓതറൈസേഷൻ കമ്മിറ്റിയുടെ മുന്നിലെത്തുന്ന അഫിഡവിറ്റുകൾ തയ്യാറാക്കുന്ന വക്കീലന്മാരാണ്. കിഡ്നി സ്കാമുമായി ബന്ധപ്പെടാൻ സാധ്യതയുള്ള ആളുകളെയും സ്ഥാപനങ്ങളെയും വളരെ വ്യക്തമായിട്ട് തന്നെ പ്രതാപ് സിംഗ് ടീമും നോട്ട് ചെയ്തിരിക്കുകയാണ്. ഇത്രയും കാര്യങ്ങളായി കഴിഞ്ഞപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്താണ്? അതായി അവരുടെ ആലോചന. പ്രതാപ് സിംഗും അയാളുടെ ടീമും ഈ ലിസ്റ്റിൽ നിന്ന് ആരെ അടുത്തതായി പോക്കാം എന്ന് ആലോചിച്ചപ്പോൾ ആ ടീം ഒന്നടങ്കം എത്തിച്ചേർന്നത് ചന്തുവിന്റെയും രാജുവിന്റെയും പേരുകളിലേക്കാണ്. 14 കിഡ്നി ഡോണേഴ്സായ ആ മിഡിൽ മെന്നിനെ പോലീസ് അറസ്റ്റ് ചെയ്ത നിമിഷം മുതൽ ചന്തുവും രാജുവും ഫീൽഡിൽ നിന്ന് മുങ്ങിയിരിക്കുകയാണ്. അവരെ പൊക്കണം. അവരെ പൊക്കാനായി ഗോപാലകൃഷ്ണനെയും സുഖജിത് സിംഗിനെയുമാണ് പ്രതാപ് സിംഗ് ചുമതലപ്പെടുത്തിയത്. ഗോപാലകൃഷ്ണൻ ശരിക്കും ടെക്നോളജി ഉപയോഗിച്ച് കളിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. ഗോപാലകൃഷ്ണൻ ഉടൻ തന്നെ സകല ടെലിഫോൺ കമ്പനികളെ സമീപിച്ചു. രാജ്ബീർ സിംഗിനെ ചന്തു ഫോൺ വിളിച്ച ദിവസങ്ങൾ, സമയം ഒക്കെ ഐഡന്റിഫൈ ചെയ്ത് ചന്തുവിന്റെ ഫോണിന്റെ EMI നമ്പർ കണ്ടെത്തിയ ഗോപാലകൃഷ്ണൻ ചന്തു എവിടെയുണ്ടെന്ന് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാക്കി. അമൃത്സറിലെ പഴയ സിറ്റിയിലെ ശരിക്കും തിരക്കേറിയ ഒരു തെരുവിൽ ചന്തുവിന്റെ മൊബൈൽ ഇടയ്ക്കിടയ്ക്ക് ഓൺ ആകുന്നത് ഗോപാലകൃഷ്ണന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഗോപാലകൃഷ്ണനും സുഖജിത്തും അടങ്ങിയ ടീം ആ തെരുവിൽ ഒരു കാറിലെത്തി. സച്ച സിംഗും രാജ്ബീറും ഗുർഖിരാത്തും അതുപോലെ രാഹുലും നൽകിയ വ്യക്തമായ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അവർ ചന്തുവിന്റെയും രാജുവിന്റെയും ഒരു രേഖാചിത്രം വരച്ച് ഉണ്ടാക്കിയിരുന്നു. ആ രേഖാചിത്രവുമായിട്ടാണ് സുജിത് സിംഗും ഗോപാലകൃഷ്ണനും ആ തെരുവിലെ ആ തിരക്കിനിടയിൽ കാത്തു നിന്നത്. അപ്പോഴാണ് ഒരു കാറ് സാവധാനം ആ തെരുവിലേക്ക് കടന്നു വരുന്നത്. ആ കാറ് പാർക്ക് ചെയ്യുമ്പോൾ കാറിനടുത്തേക്ക് സുജിത് സിംഗ് വന്നു. കാറ് പാർക്ക് ചെയ്ത് ചന്തു പുറത്തിറങ്ങിയതും ചന്തുവിനടുത്തെത്തിയ സുജിത് സിംഗ് ചന്തുവിനോട് ചോദിച്ചു, ഏയ് കാർ ഇങ്ങനെയാണ് പാർക്ക് ചെയ്യുന്നത്? അല്ല, എന്താ ചോദിച്ച മനസ്സിലായില്ലേ? അങ്ങനെ ചോദിച്ചോളൂ സുജിത് സിംഗ് ഒരു ഒറ്റ ഇടി. എന്താണ് സംഭവിച്ചതെന്ന് ചന്തുവിന് ഒരു പിടിയില്ല. ശബ്ദം കേട്ട് കാറിന്ന് രാജു പുറത്തിറങ്ങുമ്പോൾ സുജിത് സിംഗ് രാജുവിനിട്ട് ഒന്ന് പൊട്ടിച്ചു. ഇങ്ങനെയാണ് കാർ പാർക്ക് ചെയ്യുന്നത്. ഈ സമയത്ത് തെരുവിലൂടെ ഒത്തിരിയേറെ ആളുകൾ പോവുകയാണ്. ശബ്ദം കേട്ട ആളുകൾ നോക്കുമ്പോൾ സുജിത്തിനടുത്തേക്ക് ഗോപാലകൃഷ്ണൻ എത്തി. ഗോപാലകൃഷ്ണനും സുജിത്തും കൂടി രാജുവിനെ ചന്തുവിനെ പൊതിരെ തല്ലുകയാണ്. എന്താണ് സംഭവം എന്ന് ആർക്കൊരു പിടിയില്ല. ശരിക്കും തല്ലുകൊണ്ട് മുഖത്തുനിന്ന് രക്തം വന്നു തുടങ്ങിയപ്പോൾ ചന്തുവിനെ രാജുവിനെ അവർ രണ്ടുപേരും വലിച്ചിഴച്ച് അവരുടെ കാറിനകത്ത് കയറ്റി. പെട്ടെന്ന് തന്നെ ആ കാർ ആ തെരുവിൽ നിന്ന് പാഞ്ഞു പോവുകയാണ്. നല്ല പൊക്കവും വണ്ണവുമുള്ള ആചാരബാഹുക്കൾ എന്ന് വിളിക്കാൻ കഴിയുന്ന 2 പോലീസ് ഉദ്യോഗസ്ഥരാണ് ഗോപാലകൃഷ്ണനും അതുപോലെ സുജിത് സിംഗും. അവർ രണ്ടുപേരും ചേർന്ന് ചന്തുവിനെ രാജുവിനെ ഇടിച്ചു മടക്കി കാറിൽ എടുത്തിട്ട് കൊണ്ടുപോകുമ്പോൾ സംഭവം എന്താണെന്ന് പിടികിട്ടാത്തതുകൊണ്ട് ആളുകളൊക്കെ അമ്പരം നിൽക്കുകയായിരുന്നു. ആളുകൾ അമ്പരം നിൽക്കുമ്പോൾ തന്നെ കാർ അവിടുന്ന് മൂവ് ചെയ്ത് കഴിഞ്ഞു. ശരിക്കും തിരക്കേറിയ തെരുവാണ്. അതുകൊണ്ട് തന്നെ ഒരു സംഭവം ഉണ്ടായാൽ അടുത്ത നിമിഷം തന്നെ ആളുകൾ അതങ്ങ് മറക്കും. രാജുവും ചന്തുവും അവരുടെ കണ്ണിൽ കെട്ടിയിരുന്ന കറുത്ത തുണി അഴിക്കുമ്പോൾ കണ്ണ് തുറക്കാൻ ശ്രമിക്കുകയാണ്. ആ സമയത്താണ് അവരുടെ കണ്ണിലേക്ക് തണുത്ത വെള്ളം ആരോ ഒഴിക്കുന്നത്. ശക്തമായി തണുത്ത വെള്ളം അവരുടെ കണ്ണിലേക്ക് വീണപ്പോൾ രണ്ടുപേരും കണ്ണു തുറന്നു. തൊട്ടു മുന്നിൽ അവർ കാണുന്നത് കാക്കി യൂണിഫോമാണ്. തങ്ങൾ പോലീസിന്റെ പിടിയിലാണെന്ന് ആ നിമിഷം തന്നെ ചന്തുവിനും രാജുവിനും മനസ്സിലായി. ശരിക്കും സ്വബോധത്തിലേക്ക് അവർ വരുമ്പോൾ അവർക്ക് പ്രതാപ് സിംഗിനെ കാണാം. പ്രതാപ് സിംഗിന്റെ തൊട്ടു പുറകിലായി 2 ASIമാരും ഒരു SI നിൽപ്പുണ്ട്. പ്രതാപ് സിംഗ് അവരോട് ചോദിച്ചു, കിഡ്നി സ്കാമിനെ കുറിച്ചുള്ള വിവരങ്ങൾ തിരക്കാൻ വേണ്ടിയാണ് നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നത്. നിങ്ങൾക്ക് ആ സ്കാമിനെ കുറിച്ച് എന്തെല്ലാം കാര്യങ്ങൾ അറിയാം? സാർ, കിഡ്നി സ്കാമോ? അതെന്താ സാർ? ഞാൻ ആദ്യമായിട്ടാണ് അത് കേൾക്കുന്നത്. ചന്തുവിന്റെ മറുപടി കേട്ടതും പ്രതാപ് രാജുവിനെ നോക്കി. രാജുവും അതേ മറുപടിയാണ് പറഞ്ഞത്. മറുപടി കേട്ട് കഴിഞ്ഞതും പ്രതാപ് സിംഗ് സീറ്റിൽ നിന്ന് എണീറ്റു. പ്രതാപ് സിംഗ് വാതിലിന് നേരെ നടക്കുകയാണ്. വാതിലിന്റെ അടുത്തെത്തിയതും പ്രതാപ് സിംഗ് ഒന്ന് തിരിഞ്ഞ് അവിടെ നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞു, നിങ്ങൾ ഇവന്മാരെ പിടിച്ചുകൊണ്ടുന്ന സ്ഥലത്ത് തന്നെ ഇവന്മാരെ കൊണ്ട് തിരിച്ചു വിട്ടേക്ക്. ഇവന്മാർ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ജീവനോടെയും അല്ലെങ്കിൽ ഡെഡ് ബോഡി ആയിട്ടും. അങ്ങനെ പറഞ്ഞിട്ട് പ്രതാപ് സിംഗ് മുകളിലത്തെ നിലയിൽ നിന്ന് താഴോട്ട് ഇറങ്ങുകയാണ്. പ്രതാപ് സിംഗ് താഴോട്ട് ഇറങ്ങി തുടങ്ങിയതും അവിടെ ഉണ്ടെന്ന പോലീസ് ഉദ്യോഗസ്ഥർ ചന്തുവിന്റെയും രാജുവിന്റെയും കാലിൽ പിടിച്ച് അവരെ താഴോട്ട് വലിക്കുകയാണ്. ആ മുറിയിൽ നിന്ന് സ്റ്റെപ്പ് വഴി അവരെ വലിച്ച് താഴെ ഇറക്കുമ്പോൾ തലയും ബോഡിയും പുറത്തിടിക്കുകയാണ്. ചന്തുവും രാജുവും കാര്യം പറയാത്തത് കൊണ്ട് അവരെ കൊന്നുകളയാനായി ആ പോലീസ് ഉദ്യോഗസ്ഥർ തീരുമാനിച്ചിരിക്കുന്നുവെന്ന് വളരെ വളരെ വ്യക്തമാണ്. അതിവേഗമാണ് ചന്തുവിനെ രാജുവിനെ ആ സ്റ്റെപ്പിൽ നിന്ന് വലിച്ച് താഴേക്ക് ഇറക്കുന്നത്. താഴെ SP അദ്ദേഹത്തിന്റെ കാറിലേക്ക് കയറാൻ പോവുകയാണ്. പടിക്കെട്ടിന് താഴെ എത്തിയതും ചന്തു രാജുവും ഒരുമിച്ച് SP പറഞ്ഞു, സാർ ഞങ്ങളെല്ലാം പറയാം. അങ്ങനെ ചന്തു രാജുവും പറഞ്ഞതും കാറിലേക്ക് കയറാൻ പോയ SP കാറിന്റെ ഡോർ അടച്ചിട്ട് തിരിച്ച് ചന്തുവിന്റെ രാജുവിന്റെ അടുത്തേക്ക് വന്നു.
തുടർന്ന് അടുത്ത 1 മണിക്കൂർ ചന്തുവും രാജുവും അവർക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ പ്രതാപ് സിംഗിനോട് പറഞ്ഞു. ചന്തുവിനും രാജുവിനും മുകളിൽ ടിങ്കു എന്ന് പേരുള്ള ഒരാളാണ് ഉള്ളത്. അയാളുടെ മുകളിൽ ഒരു വിക്കി ഉണ്ട്. ചന്തുവിനും രാജുവിനും 5% കമ്മീഷൻ. 5 ലക്ഷം രൂപയാണ് കിഡ്നി റിസീവ് ചെയ്യുന്ന ആളുടെ കയ്യിൽ നിന്ന് ലഭിക്കുന്നതെങ്കിൽ അതിന്റെ 5% 25,000 രൂപ ചന്തുവിനും 25,000 രൂപ രാജുവിനും ലഭിക്കും. അതുകൊണ്ടാണ് അവർ ഈ ബിസിനസ്സിൽ സജീവമായി നിൽക്കുന്നത്. മുകളിലോട്ടുള്ളവർക്ക് എത്ര ലഭിക്കുമെന്ന് അവർക്ക് അറിയത്തില്ല. പക്ഷെ താഴെയുള്ള ഡോണർക്ക് 10,000 മുതൽ 50,000 രൂപ വരെ അവർ കൊടുക്കും. ചന്തുവിന്റെ കയ്യിൽ ഒരു ഡയറി ഉണ്ട്. ആ ഡയറിയിൽ അനവധി ആളുകളുടെ പേരുകളും അവരുടെ അഡ്രസ്സും അവരുടെ ബ്ലഡ് ഗ്രൂപ്പും ഉണ്ട്. വിവിധ ബ്ലഡ് ബാങ്കുകളുമായി കണക്ട് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരാൾ കൂടിയാണ് ചന്തു. ചന്തു അവിടെ രക്തം ദാനം ചെയ്യാനോ രക്തം കൊടുക്കാനോ ആയി വരുന്ന ആളുകളുടെ പേരും അഡ്രസ്സും അവരുടെ ടെലിഫോൺ നമ്പറും അതുപോലെ അവരുടെ ബ്ലഡ് ഗ്രൂപ്പും ഒക്കെ രേഖപ്പെടുത്തി വെക്കും. കിഡ്നി ആവശ്യമുള്ളവരുടെ ലിസ്റ്റ് ചന്തുവിന്റെ കൈ കിട്ടുമ്പോൾ ചന്തു ആദ്യം നോക്കുന്നത് ഈ ലിസ്റ്റിലുള്ള ആളുകളുടെ പേരുകളും അവരുടെ ബ്ലഡ് ഗ്രൂപ്പും ഒക്കെയാണ്. രണ്ടും ഒന്നാണെന്ന് ബോധ്യമായാൽ ആ ആളെ കിഡ്നി ഡോണറാക്കി മാറ്റാനുള്ള പരിപാടിയിലേക്ക് പെട്ടെന്ന് തന്നെ ചന്തു കടക്കും. ചന്തുവിന്റെ ഓപ്പറേഷൻ രീതി പ്രതാപ് സിംഗിന് വളരെ വ്യക്തമായി ബോധ്യമായി. സച്ചാർ സിംഗിന്റെയും രാജ്വീറിന്റെയും പരാതികളെ ബേസ് ചെയ്തുകൊണ്ട് 2 FIR തയ്യാറാക്കി. ചന്തുവും രാജുവും നൽകിയ ലീഡ് അനുസരിച്ച് പ്രതാപ് സിംഗ് ഒരു റെയ്ഡിനുള്ള നടപടികളിലേക്ക് കടന്നു. വളരെ രഹസ്യമായിട്ടാണ് റെയ്ഡിനുള്ള ടീമിനെ സംഘടിപ്പിച്ചത്. അതിരാവിലെ നേരം വെളുത്തപ്പോൾ പോലീസിന്റെ വൻ സന്നാഹം വിവിധ സ്ഥലങ്ങളിൽ റെയ്ഡ് തുടങ്ങി. ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ഒത്തിരിയേറെ ഡോക്ടർമാർ, ഏജന്റുമാർ ഒക്കെ അറസ്റ്റിലായ ആളുകളുടെ കൂട്ടത്തിൽ 2 പേർ വക്കീലന്മാരാണ്. അവര് സഹോദരന്മാരുമാണ്. കിഡ്നി കൊടുത്ത ആളുകളെ, കിഡ്നി വാങ്ങിച്ച ആളുകളെ, ഓപ്പറേഷൻ നേതൃത്വം കൊടുത്ത ഡോക്ടേഴ്സിനെ, അതുപോലെ മിഡിൽമെന്നെ ഒക്കെ പൊക്കിയെങ്കിലും പോലീസിന് തടസ്സം നേരിട്ടത് വക്കീലന്മാരായ 2 സഹോദരന്മാരെ അറസ്റ്റ് ചെയ്തപ്പോഴാണ്. വക്കീലന്മാരെ അറസ്റ്റ് ചെയ്ത് കമ്മീഷൻ ഓഫീസിൽ എത്തിച്ചതും ആ വിവരം അമൃത്സർ ബാർ കൗൺസിൽ അറിഞ്ഞു. ബാർ കൗൺസിൽ ആ നിമിഷം തന്നെ പ്രതിഷേധവുമായി രംഗത്തിറങ്ങി. വിവിധ കോടതികളിൽ ഉണ്ടായിരുന്ന വക്കീലന്മാർ ഒന്നിച്ച് SP ഓഫീസിലേക്ക് മാർച്ച് ചെയ്തു. വിവരം ആ സമയത്ത് തന്നെ പത്രക്കാരും അറിയുകയാണ്. വിവരം അറിഞ്ഞ പത്രക്കാരും SP ഓഫീസിന് മുന്നിലേക്ക് എത്തിയപ്പോൾ സംഭവം കണ്ടും കേട്ട് നിൽക്കുകയായിരുന്ന കാണികൾ ഒരുപാട് അങ്ങ് കൂടി. ഒരു വൻ ആൾക്കൂട്ടമാണ് SP ഓഫീസിന് മുന്നിൽ. അമൃത്സറിലെ ബാർ അസോസിയേഷന്റെ പ്രസിഡന്റ് ശരിക്കും ശക്തമായ ഭീഷണി തന്നെ പ്രതാപ് സിംഗിന് മേൽ ഉയർത്തുകയാണ്. അവരുടെ ആളുകളെ മോചിപ്പിച്ചില്ല എങ്കിൽ പ്രതാപ് സിംഗിനെതിരെ അതിശക്തമായ പ്രതിഷേധവുമായി ആ വക്കീൽ സമൂഹം മുന്നോട്ട് പോകുമെന്നുള്ള അഭിപ്രായമാണ് അമൃത്സറിലെ ബാർ അസോസിയേഷന്റെ പ്രസിഡന്റ് മുന്നോട്ട് വെച്ചത്. ബാർ അസോസിയേഷൻ പ്രസിഡന്റും കമ്മീഷണർ പ്രതാപ് സിംഗും തമ്മിൽ അവസാനം ഒരു ധാരണയിലായി. അറസ്റ്റ് ചെയ്യപ്പെട്ട സഹോദരന്മാരിൽ ഒരാളെ പ്രസിഡന്റ് ആവശ്യപ്പെട്ടതുകൊണ്ട് മോചിപ്പിക്കാമെന്ന് പ്രതാപ് സിംഗ് സമ്മതിച്ചു. സഹോദരന്മാരിൽ ഒരാൾ മോചിപ്പിക്കപ്പെട്ടു. പ്രതാപ് സിംഗ് അമൃത്സർ ബാർ കൗൺസിലെ പ്രസിഡന്റിനെ ആ സഹോദരന്മാരിൽ ഒരാളുടെ പേരിലുള്ള ക്രൈം ഒന്നൊന്നായി കാണിച്ചപ്പോൾ ശരിക്കും പ്രസിഡന്റിന് ഒന്നും പറയാൻ കഴിയാത്ത അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. ഒരുപാട് അഫിഡവിറ്റുകളാണ് ആ വക്കീല് തയ്യാറാക്കിയിരിക്കുന്നത്. ഈ സമയത്ത് ഒരുമാതിരിപ്പെട്ട ഏജന്റുകളെയൊക്കെ പിടിക്കാൻ പ്രതാപ് സിംഗിന് പറ്റിയെങ്കിലും ഈ ഏജന്റുകൾക്ക് നേതൃത്വം വഹിക്കുന്ന ടിങ്കുവിന്റെ മുകളിലുള്ള വിക്കി ഭാട്ടിയും അവർക്ക് കിട്ടിയില്ല. 2 പേരും അമൃത്സറിന് മുങ്ങി. അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുകളുടെ മുഴുവൻ മൊഴികളും രേഖപ്പെടുത്തി അതിന്റെ തെളിവെടുപ്പ് പ്രക്രിയകൾ നടന്നുകൊണ്ടിരിക്കെ പ്രതാപ് സിംഗും അന്വേഷണ ഉദ്യോഗസ്ഥരും അദ്ദേഹത്തിന്റെ മുറിയിൽ ഒരു മീറ്റിംഗിൽ പങ്കെടുക്കുകയാണ്. പ്രതാപ് സിംഗിനോടായി ഇക്ബാൽ സിംഗ് പറഞ്ഞു, സാർ ഇനി നമുക്ക് ഓതറൈസേഷൻ കമ്മിറ്റി ഒന്ന് നോട്ടമിട്ടാലോ, അവരങ്ങ് പൊക്കിയാലോ? ഹേയ്, ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന്റെ പ്രിൻസിപ്പളാണ് OP മഹാജൻ, അദ്ദേഹത്തിനെ അങ്ങനെ പിടിക്കാനൊന്നും പറ്റില്ല. പ്രതാപ് സിംഗ് തന്റെ നിസ്സഹായ അവസ്ഥ ഇക്ബാൽ സിംഗിനോട് വ്യക്തമാക്കുകയാണ്. സാർ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇക്ബാൽ, നമുക്ക് ഒരു കാര്യം ചെയ്യാം. നമുക്ക് ഓതറൈസേഷൻ കമ്മിറ്റിക്ക് ഒരു കത്ത് അയക്കാം. ചെയർമാൻ OP മഹാജന് തന്നെ അയക്കാം. നമുക്ക് അദ്ദേഹമോ അല്ലെങ്കിൽ അദ്ദേഹം അയക്കുന്ന ഒരാളോ നമ്മുടെ ഈ അന്വേഷണത്തിന്റെ ഭാഗമാകണമെന്ന് ആവശ്യപ്പെടാം. എന്തായാലും ഓതറൈസേഷൻ കമ്മിറ്റി അപ്രൂവ് ചെയ്ത കിഡ്നി ട്രാൻസ്പ്ലാന്റേഷനുമായി ബന്ധപ്പെട്ടാണല്ലോ ഈ പരാതികളൊക്കെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാൻ അവരും കൂടി പങ്കെടുക്കേണ്ടത് അനിവാര്യമാണ്. അക്കാര്യം നമുക്ക് കത്തിൽ സൂചിപ്പിക്കാം. അങ്ങനെ പ്രതാപ് സിംഗ് പറഞ്ഞ അനുസരിച്ച് ഒരു കത്ത് ഡ്രാഫ്റ്റ് ചെയ്ത് ആ കത്ത് പ്രത്യേക ദൂതൻ വശം ആ നിമിഷം തന്നെ OP മഹാജന്റെ ഓഫീസിൽ എത്തിച്ചു. അമൃത്സർ മെഡിക്കൽ കോളേജിന്റെ പ്രിൻസിപ്പൽ കൂടിയായ OP മഹാജൻ ആ കത്ത് വായിച്ചു. പക്ഷെ അദ്ദേഹം പ്രതാപ് സിംഗ് ആവശ്യപ്പെട്ടതുപോലെ അന്വേഷണത്തിന്റെ ഭാഗമാകാൻ തയ്യാറായില്ല. OP മഹാജൻ എന്തുകൊണ്ടാണ് അന്വേഷണത്തിന്റെ ഭാഗമാകാൻ തയ്യാറാകാത്തതുള്ള ചോദ്യം സ്വാഭാവികമായിട്ടും അന്വേഷണ ഉദ്യോഗസ്ഥർ അടുത്ത മീറ്റിംഗിൽ പരസ്പരം ചർച്ച ചെയ്യുകയാണ്. OP മഹാജന് ഈ നടക്കുന്ന സ്കാമുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ?
ആ ഒരു ചോദ്യമാണ് സ്വാഭാവികമായി അവിടെ ഉന്നയിക്കപ്പെട്ടത്. ആ ചോദ്യം ആ കമ്മിറ്റിയിൽ ഉന്നയിക്കപ്പെട്ടതും പ്രതാപ് സിംഗ് പറഞ്ഞു, ഞാൻ ഇതുവരെയുള്ള അന്വേഷണ റിപ്പോർട്ട് എന്റെ സീനിയർ ഓഫീസേഴ്സിനെ ഇന്ന് കാണിക്കും, SSPയും IG ഞാനിത് കാണിക്കാം. അവരുടെ അനുവാദം വാങ്ങിച്ചാൽ നമുക്ക് ഓതറൈസേഷൻ കമ്മിറ്റിയിലെ ഡോക്ടേഴ്സിനെ ചോദ്യം ചെയ്യാൻ പറ്റും. പ്രതാപ് സിംഗ് അങ്ങനെ ആ കാര്യം അദ്ദേഹത്തിന്റെ ടീമംഗങ്ങളോട് പറഞ്ഞ ആ നിമിഷത്തിലാണ് പ്രതാപ് സിംഗിനെ ഒരു കോൾ വരുന്നത്. ആ കോൾ വിളിച്ചത് IG രാജൻ ഗുപ്തയാണ്. IG രാജൻ ഗുപ്ത തന്നെയാണ് ലൈനിൽ. രാജൻ ഗുപ്ത എത്രയും പെട്ടെന്ന് പ്രതാപ് സിംഗിനോട് അദ്ദേഹത്തെ വന്ന് കാണാനായി ആവശ്യപ്പെട്ടു. പഞ്ചാബിൽ സൂപ്രണ്ട് ഓഫ് പോലീസിന് മുന്നിലുള്ള തസ്തിക സീനിയർ സൂപ്രണ്ട് ഓഫ് പോലീസാണ്. DIG തസ്തിക എന്ന് പറയും. DIGയുടെ മുകളിൽ IG. DIGയും IG കണ്ട് കാര്യങ്ങൾ പറഞ്ഞ് അവരുടെ അനുവാദം വാങ്ങണമെന്ന് പ്രതാപ് സിംഗ് ആ ടീമിനോട് പറഞ്ഞ ആ നിമിഷത്തിലാണ് അദ്ദേഹത്തിന് കോള് കിട്ടുന്നത്. പ്രതാപ് സിംഗ് അദ്ദേഹം തയ്യാറാക്കിയ ഫയലുമായി നേരെ IG-യുടെ അടുത്തെത്തി. IG-ക്ക് പ്രതാപിനെ കണ്ടപ്പോൾ ശരിക്കും സന്തോഷം. പ്രതാപ്, നിന്നെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് ശരിക്കും അഭിമാനം തോന്നുകയാണ്. കയറി വന്നോടെ തന്നെ IG രാജൻ ഗുപ്ത പ്രതാപിനോട് അങ്ങനെ പറഞ്ഞപ്പോൾ പ്രതാപിനും ശരിക്കും സന്തോഷമായി. സംസാരിച്ചു തുടങ്ങിയതും IG പ്രതാപിനോട് പറഞ്ഞു, പ്രതാപ്, പക്ഷേ ഒരു കാര്യത്തിൽ എനിക്ക് എതിർപ്പുണ്ട്. നമ്മൾ തമ്മിൽ നേരത്തെ സംസാരിച്ചപ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞിരുന്നു. അന്വേഷണം രഹസ്യമായിരിക്കണമെന്നും എന്നോട് ഏത് നടപടിക്ക് മുമ്പും റിപ്പോർട്ട് ചെയ്യണമെന്നും ഞാൻ പറഞ്ഞിരുന്നു. സർ, ഞാൻ എല്ലാ കാര്യങ്ങളും അങ്ങേ റിപ്പോർട്ട് ചെയ്യാനായിട്ടാണ് വന്നത്. പക്ഷെ ഇന്നലെ റെയ്ഡ് ആ സമയത്ത് നടത്തില്ലായിരുന്നെങ്കിൽ പ്രതികൾ ചാടിപ്പോകുമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ റെയ്ഡ് നടത്തിയത്. സർ, ഞാൻ ഇതുവരെ ചെയ്ത കാര്യങ്ങൾ ഈ ഫയലിലുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് പ്രതാപ് സിംഗ് അയാൾ തയ്യാറാക്കിയ ആ ഫയൽ IG രാജൻ ഗുപ്തയ്ക്ക് ഹാൻഡ് ഓവർ ചെയ്തു. ഫയൽ കയ്യിൽ കിട്ടിയതും രാജൻ ഗുപ്ത ആ ഫയലിൽ നിന്ന് മറിച്ചു നോക്കുകയാണ്. സച്ചാ സിംഗിന്റെ പരാതി, രാജ്ബീർ സിംഗിന്റെ പരാതി, ചന്തുവിന്റെയും അതുപോലെ രാജുവിന്റെയും കുറ്റസമ്മതം, അറസ്റ്റ് ചെയ്ത മുഴുവൻ പ്രതികളുടെ കുറ്റസമ്മതം, ഡോക്ടേഴ്സിന്റെ കുറ്റസമ്മതം, വക്കീൽ സഹോദരന്മാരിൽ ഒരാളുടെ കുറ്റസമ്മതം എല്ലാം അതിനകത്തുണ്ട്. ഒരുപാട് തെളിവുകൾ ഒറിജിനൽ ഡോക്യുമെന്റ് സഹിതം ആ ഫയലിൽ ഉൾക്കൊള്ളിച്ചിരിക്കുകയാണ്. ആ ഫയലിലെ പേജുകളിലൂടെ കടന്നുപോയ രാജൻ ഗുപ്ത ചിരിച്ചുകൊണ്ട് പ്രതാപിനോട് പറഞ്ഞു, പ്രതാപ്, ഇതൊരു വണ്ടർഫുൾ അന്വേഷണമാണല്ലോ. ഓക്കെ, ഞാനിതൊന്ന് ഡീറ്റെയിൽ ആയി പഠിക്കട്ടെ. പിന്നെ ഒരു കാര്യം, ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ റിപ്പോർട്ട് ചെയ്യണം. നേരത്തെ സമയാസമയം എന്നെ റിപ്പോർട്ട് ചെയ്യാത്തതിൽ എനിക്കുള്ള എതിർപ്പ് എന്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് കേട്ടോ. അങ്ങനെ രാജൻ ഗുപ്ത പറഞ്ഞപ്പോ പ്രതാപ് രാജൻ ഗുപ്തയോട് യാത്ര പറഞ്ഞ് അവിടുന്ന് പുറത്തിറങ്ങുമ്പോഴും പ്രതാപിന്റെ മനസ്സിൽ രാജൻ ഗുപ്ത പറഞ്ഞ ആ വാചകമാ ഉള്ളത്. അദ്ദേഹത്തെ സമയത്ത് കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാത്തതിൽ അദ്ദേഹത്തിന് ഇപ്പോഴും പ്രതാപിനോട് എതിർപ്പുണ്ടെന്നാണ് രാജൻ ഗുപ്ത പറഞ്ഞത്. IG-യുടെ ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങിയ പ്രതാപ് സിംഗ് പിറ്റേ ദിവസം അദ്ദേഹത്തിന്റെ ഓഫീസിൽ ഇരിക്കുമ്പോൾ സീനിയർ സൂപ്രണ്ട് ഓഫ് പോലീസ് DIG അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് വിളിപ്പിച്ചു. അദ്ദേഹത്തിന്റെ ഓഫീസിൽ പ്രതാപ് സിംഗ് എത്തിയപ്പോൾ പ്രതാപ് സിംഗിനോടായി SSP പറഞ്ഞു, പ്രതാപ്, ഒരു വിഷയമുണ്ട്. സർ, എന്താ സാർ വിഷയം? പ്രതാപ്, ആ കിഡ്നി സ്കാമുമായി ബന്ധപ്പെട്ട അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിട്ടിരിക്കുകയാണ്. സാർ അതെങ്ങനെ? പ്രതാപ്, എനിക്കറിയാം പ്രതാപിന് ആ വിഷയത്തോടുള്ള താല്പര്യം. പ്രതാപ് ശരിക്കും ആ വിഷയത്തിൽ ഇൻവോൾവ് ആയിട്ടാണ് ആ കേസ് അന്വേഷിക്കുന്നതെന്നും അറിയാം. പക്ഷേ IG രാജഗുപ്ത അന്വേഷണം ക്രൈംബ്രാഞ്ചിന് ഹാൻഡ് ഓവർ ചെയ്തിരിക്കുകയാണ്. ഓർഡർ ഇറങ്ങി കഴിഞ്ഞു. പിറ്റേ ദിവസം പത്രങ്ങൾ ആ വാർത്ത റിപ്പോർട്ട് ചെയ്തു. പോലീസ് അന്വേഷിച്ചുകൊണ്ടിരുന്ന കേസ് ക്രൈംബ്രാഞ്ചിന് ഹാൻഡ് ഓവർ ചെയ്തിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് പത്രങ്ങൾ വന്നത്. സ്വാഭാവികമായിട്ടും ലോക്കൽ പോലീസ് അന്വേഷിക്കുന്ന കേസുകൾ ക്രൈംബ്രാഞ്ചിന് ഹാൻഡ് ഓവർ ചെയ്യുന്ന രീതി ഇന്ത്യയിൽ എല്ലായിടത്തുമുണ്ട്. ഈ വാർത്ത മാഞ്ചിത്തും രാഹുലും ഗുർഗിരാത്തും രാഹിയൊക്കെ കണ്ടു. പ്രതാപ് സിംഗിന്റെ കയ്യിൽ നിന്ന് അന്വേഷണം മാറ്റിയതിൽ എന്തോ ഒരു അസ്വാഭാവികത അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്താണ് അവരുടെ അസ്വസ്ഥതകളുടെ കാരണമെന്ന് ആ ടീമിന് അങ്ങോട്ട് മനസ്സിലാകുന്നില്ല. 2 ദിവസം കഴിഞ്ഞപ്പോൾ മാഞ്ചിത്ത് പ്രതാപിനെ വിളിച്ചു. സർ, എന്റെ ട്രാവൽ ആക്ടിവിറ്റീസ് ഒക്കെ കൈകാര്യം ചെയ്യുന്ന ട്രാവൽ ഏജന്റ് എന്നോടൊരു കാര്യം പറഞ്ഞു. മാഞ്ചിത്ത്, എന്താണെന്ന് പറയൂ. സർ, IG രാജൻ ഗുപ്തയും കാക്കർ ഹോസ്പിറ്റലിലെ ഡോക്ടർ സരിനും ഒന്നിച്ച് വിദേശ യാത്ര നടത്തിയിട്ടുണ്ടെന്നാണ് ട്രാവൽ ഏജന്റ് എന്നോട് പറഞ്ഞത്. മാഞ്ചിത്ത് പറഞ്ഞ ആ വാചകം കേട്ടപ്പോൾ പ്രതാപ് സിംഗ് ഒന്ന് നടുങ്ങി. പ്രതാപ് സിംഗ് തയ്യാറാക്കിയ ആ ഒറിജിനൽ ഫയൽ പ്രതാപ് സിംഗ് രാജൻ ഗുപ്തയ്ക്ക് ഹാൻഡ് ഓവർ ചെയ്തിരിക്കുകയാണ്. ആ ഫയലിൽ ലാസ്റ്റ് പേജിൽ വളരെ വ്യക്തമായ ഒരു കാര്യം പ്രതാപ് സിംഗ് രേഖപ്പെടുത്തിയിരുന്നു. ഈ റിക്കി ഭാട്ടിയ വരെയുള്ള ആളുകളെ മാത്രമാണ് ക്രൈമുമായി കണക്ട് ചെയ്ത ആളുകൾക്ക് പറയാനുള്ളതെങ്കിലും ടിങ്കുവിനും റിക്കി ഭാട്ടിയയ്ക്കും മുകളിൽ ഒരാളുണ്ടെന്നും ആ ആൾ ഡോക്ടർ സരിനാകാനുള്ള സാധ്യത ഉണ്ടെന്നുമാണ് വളരെ വ്യക്തമായി പ്രതാപ് സിംഗ് ആ ഫയലിൽ രേഖപ്പെടുത്തിയിരുന്നത്. അതേ സരിനുമായി IG രാജൻ ഗുപ്ത വിദേശത്ത് ഒന്നിച്ച് ഉണ്ടായിരുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പൊ ഇതാ മാഞ്ചിത്ത് പ്രതാപ് സിംഗിന് റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രതാപ് സിംഗിനെ സംബന്ധിച്ചിടത്തോളം മാഞ്ചിത്ത് പറഞ്ഞ ആ കാര്യം
അതുകൊണ്ടാണ് ഒരു ഞെട്ടലുണ്ടാക്കിയത്. കേസിന്റെ എല്ലാ കാര്യങ്ങളും റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ആ ഒറിജിനൽ ഫയൽ കൈവശമുള്ള രാജീവ് ഗുപ്തയ്ക്കും കേസിലെ പ്രധാന പ്രതി എന്ന് പ്രതാപ് സിംഗ് വിശ്വസിക്കുന്ന ഡോക്ടർ സരിനും തമ്മിൽ ഒരു ബന്ധമുണ്ടോ? ഒരു വല്ലാത്ത ചോദ്യമാണ് പ്രതാപ് സിംഗിന്റെ മനസ്സിലേക്ക് വരുന്നത്. ഈ സമയത്ത് പ്രതാപ് സിംഗിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ വാർത്ത കേട്ട് ശരിക്കും നിസ്സഹായനായി പോയ പ്രതാപ് സിംഗിന് ഒന്നും പറയാൻ പറ്റാത്ത സാഹചര്യമാണ്. 2 ദിവസം കഴിഞ്ഞപ്പോ ഗുർക്കിരാത്തും രാഹുലും കീർത്തിയും വൈകുന്നേരം മാഞ്ചത്തിന്റെ വീട്ടിലെത്തി. അവർ വീട്ടിലെത്താനുള്ള കാരണം അന്ന് ഉച്ചയ്ക്ക് ഉണ്ടായ ഒരു സംഭവമാണ്. ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്ത കിഡ്നി സ്കാം അന്വേഷണം ക്രൈംബ്രാഞ്ചിന്റെ കയ്യിൽ നിന്ന് രാജൻ ഗുപ്ത വിജിലൻസിന് ഹാൻഡ് ഓവർ ചെയ്തു എന്നുള്ള വാർത്തയാണ് അവർ അറിഞ്ഞിരിക്കുന്നത്. ഒരുപാട് ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെട്ടിരിക്കുന്ന കേസായതുകൊണ്ട് അഴിമതി നടന്നിരിക്കാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി IG രാജൻ ഗുപ്ത വിജിലൻസിന് ആ അന്വേഷണം ഹാൻഡ് ഓവർ ചെയ്തിരിക്കുകയാണ്. വിജിലൻസിന് ഹാൻഡ് ഓവർ ചെയ്യാന്ന് പറയുമ്പോൾ അതിന് ഒറ്റ അർത്ഥമേ ഉള്ളൂ, ആ അന്വേഷണം ഏതാണ്ട് ഉഴപ്പാൻ പോവുകയാണ്. ആ ധാരണ മനസ്സിലേക്ക് വന്നതുകൊണ്ടാണ് കീർത്തിയും കൂട്ടരും ഓടി മാഞ്ചത്തിന്റെ വീട്ടിലെത്തിയത്. മാഞ്ചത്ത് കീർത്തിയും കൂട്ടരും പറഞ്ഞ കാര്യങ്ങൾ കേട്ടതും ആ നിമിഷം തന്നെ പ്രതാപനെ വിളിച്ചു. പ്രതാപും ആ വാർത്ത കേട്ടു. കിഡ്നി സ്കാം പോലുള്ള ഒരു വലിയ സംഭവം വിജിലൻസിന് ഹാൻഡ് ഓവർ ചെയ്തതിന്റെ യുക്തി എത്ര ആലോചിച്ചിട്ടും പ്രതാപ് സിംഗിനെ അങ്ങോട്ട് മനസ്സിലാകുന്നില്ല. അദ്ദേഹം സിറ്റി പോലീസ് കമ്മീഷണറാണ്. അദ്ദേഹം അന്വേഷിച്ചുകൊണ്ടിരുന്ന കേസാണ് ഇപ്പൊ ഇതാ വിജിലൻസിന് ഹാൻഡ് ഓവർ ചെയ്തിരിക്കുന്നത്. ഒരുപാട് അന്വേഷണം ഇനിയും നടക്കാനുള്ള മേഖലയാണ്. ക്രിമിനൽ ആക്ടിവിറ്റീസ് ആണ് നടന്നിരിക്കുന്നത്. ആ ക്രിമിനൽ കേസാണ് വിജിലൻസിന് ഹാൻഡ് ഓവർ ചെയ്തിരിക്കുന്നത്. പ്രതാപ് സിംഗ് മാഞ്ചത്തിനോട് അദ്ദേഹത്തിന്റെ നിസ്സഹായ അവസ്ഥ വ്യക്തമാക്കുകയാണ്. അദ്ദേഹത്തിന് മുകളിലുള്ള ഉദ്യോഗസ്ഥനാണ് IG രാജ് ഗുപ്ത. അദ്ദേഹമാണ് തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നത്. അതിന് മുകളിലേക്ക് ഒരു തീരുമാനം എടുക്കാൻ എന്തായാലും പ്രതാപ് സിംഗിന് പറ്റത്തില്ല. പ്രതാപ് സിംഗ് പറഞ്ഞ കാര്യങ്ങൾ മാഞ്ചത്ത് രാഹുലിനോടും കീർത്തിയോടും ഗുർക്കിരാത്തിനോടും പറഞ്ഞപ്പോ കീർത്തി മാഞ്ചത്തിനോട് പറഞ്ഞു, അങ്കിൾ നമുക്ക് പത്രക്കാരെ സമീപിച്ചാലും. കീർത്തി, നമുക്ക് ബാൽജിത്ത് റാണ നമ്മുടെ സഹായത്തിന് വന്ന കാര്യം അറിയാമല്ലോ. ബാൽജിത്ത് തയ്യാറാക്കുന്ന റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാൻ അയാളുടെ എഡിറ്റർ പോലും തയ്യാറല്ല. മാഞ്ചത്ത് അത് പറഞ്ഞപ്പോ രാഹുൽ ഗുർക്കിരാത്തിനോട് ചോദിച്ചു, ഗുർക്കിരാത്ത്, നിന്റെ കസിൻ ഇപ്പൊ സ്വന്തമായി പത്രം നടത്തുകയല്ലേ? രാഹുൽ, അവനങ്ങ് ദൂരെയല്ലേ, അമൃത്സറിലൊന്നുമല്ല. നോക്ക് ഗുർക്കിരാത്ത്, ഈ സമയത്ത് ദൂരെ ഒരു വിഷയമാണ്. എവിടെന്ന് പ്രസിദ്ധീകരിച്ചാലും കിഡ്നി സ്കാമിനെ കുറിച്ചുള്ള വാർത്തയ്ക്ക് സ്വാഭാവികമായും റീഡേഴ്സ് ഉണ്ടാവും. നീ നിന്റെ കസിനോടൊന്ന് സംസാരിച്ചു നോക്ക്. രാഹുലും മാഞ്ചത്തും കീർത്തിയും ഗുർക്കിരാത്തിനെ നിർബന്ധിച്ചപ്പോ ഗുർക്കിരാത്ത് അവന്റെ കസിനെ ഫോണിൽ ബന്ധപ്പെട്ടു. ആദ്യമൊന്നും ഗുർക്കിരാത്ത് പറയുന്നത് പോലെ പത്രത്തിൽ അതിനെക്കുറിച്ച് വാർത്ത കൊടുക്കാൻ കസിന് താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ സാവധാനം ഗുർക്കിരാത്ത് ആ കേസിൽ അകപ്പെട്ടിരിക്കുന്ന സാധാരണക്കാരെ കുറിച്ചും അവർ പറ്റിക്കപ്പെട്ട വിധത്തെക്കുറിച്ചൊക്കെ അയാളുടെ കസിനോട് പറഞ്ഞപ്പോ അയാളുടെ പത്രക്കാരൻ സാവധാനം ഉണർന്നു തുടങ്ങിയാണ്. പിറ്റേ ദിവസം ഗുർക്കിരാത്തിന്റെ കസിന്റെ പത്രത്തിൽ ആ വാർത്ത വന്നു. കമ്മീഷണർ പ്രതാപ് സിംഗ് അന്വേഷിച്ചുകൊണ്ടിരുന്ന ആ കിഡ്നി സ്കാം കേസ് അട്ടിമറിക്കാനായി സർക്കാർ പ്രതാപ് സിംഗിന്റെ കയ്യിൽ നിന്ന് അന്വേഷണം വിജിലൻസിന് ഹാൻഡ് ഓവർ ചെയ്താണെന്നാണ് ആ പത്രം സൂചിപ്പിക്കുന്നത്. പ്രതാപ് സിംഗ് അന്വേഷിച്ചുകൊണ്ടിരുന്ന കേസ് വിജിലൻസിലേക്ക് മാറ്റാൻ സർക്കാർ ധൃതിയിൽ തീരുമാനമെടുത്തത് സ്വാഭാവികമായിട്ടും സർക്കാരിന് എന്തോ ഒളിക്കാനുള്ളത് കൊണ്ടാണെന്നുള്ള ഒരു ശൈലിയാണ് ആ വാർത്തയുടെ ബേസ്. പ്രതാപ് സിംഗ് നടത്തിയ അന്വേഷണത്തെക്കുറിച്ചും കണ്ടെത്തിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ വിശദമായിട്ട് തന്നെ പത്രത്തിൽ സൂചിപ്പിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും ആ വാർത്ത പലരുടെയും ശ്രദ്ധയിൽപ്പെട്ടു. അടുത്ത ദിവസങ്ങളിൽ ഗുർക്കിരാത്തിന്റെ കസിൻ പുതിയ പുതിയ വാർത്തകളുമായി കിഡ്നി സ്കാമിനെ ഒന്ന് ജ്വലിപ്പിച്ച് നിർത്തപ്പോൾ മറ്റു പത്രങ്ങളൊക്കെ ആ വാർത്ത ഏറ്റെടുത്തു തുടങ്ങി. പക്ഷെ ഇതേ സമയത്ത് SP പ്രതാപ് സിംഗ് അറസ്റ്റ് ചെയ്ത മുഴുവൻ പ്രതികളെയും കോടതി ജാമ്യത്തിൽ വിട്ടു. കോടതിയിൽ കേസ് വന്നപ്പോ പോലീസിനോട് അവർ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും പോലീസ് അവരെ തല്ലി പറയിപ്പിച്ചതാണെന്നുള്ള ശൈലിയിൽ ചന്തുവും രാജുവും കമ്മീഷൻ ഏജന്റുമാരും ഡോക്ടർമാരും ആ വക്കീലും ഒക്കെ പറഞ്ഞപ്പോ കോടതിക്ക് അത് മുഖവിലേക്ക് എടുക്കുകയല്ലാതെ വേറെ മാർഗമില്ല. പ്രതാപ് സിംഗ് സംഘടിപ്പിച്ച തെളിവുകൾ മുഴുവൻ ഒറ്റ ഫയലിലായിരുന്നു. ആ ഫയല് സ്വാഭാവികമായിട്ടും പോലീസ് കോടതിയിൽ ഹാജരാക്കാത്തത് കൊണ്ട് തന്നെ കോടതിക്ക് സകല പ്രതികൾക്കും ജാമ്യം കൊടുക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. ചന്തുവും രാജുവും ജാമ്യത്തിൽ ഇറങ്ങിയെന്ന് മാത്രമല്ല, അവരുടെ അറസ്റ്റുമായി കണക്ട് ചെയ്തുകൊണ്ട് ടിങ്കുവിനും വിക്കി ഭാട്ടിക്കും നേരെ ഉന്നയിച്ചിരുന്ന ആരോപണങ്ങൾ പോലീസ് പിൻവലിക്കുകയും ചെയ്തു. എന്ന് പറയുമ്പോൾ വിക്കി ഭാട്ടിക്കും ടിങ്കുവിനും ആ കേസിൽ പങ്കാളിത്തം ഇല്ലെന്നാണ്. ആ വിവരം സ്വാഭാവികമായിട്ടും ആ മെഡിക്കൽ സ്റ്റുഡൻസിനെയും പ്രതാപ് സിംഗിനെയും മഞ്ജിത്തിനെയൊക്കെ ശരിക്കും ഞെട്ടിച്ചിരിക്കുകയാണ്. കേസ് അവർ വിക്കി ഭാട്ടിയ വരെ എത്തിച്ചതാണ്. ഇപ്പൊ ഇതാ വിജിലൻസ് പറയുന്നു വിക്കി ഭാട്ടിക്കും അതുപോലെ ടിങ്കുവിനും ആ കേസുമായി ഒരു ബന്ധവുമില്ല. അന്വേഷണ ഏജൻസി തന്നെ ആ ശൈലിയിൽ കോടതിയിൽ കാര്യങ്ങൾ പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും കോടതി മറിച്ച് ഒരു തീരുമാനം എടുക്കില്ലല്ലോ. മാഞ്ചത്തിന്റെ വീട്ടിൽ കൂടിയ ആ മെഡിക്കൽ സ്റ്റുഡൻസ് അടുത്ത സ്റ്റേജ് എന്താണ് എന്നതിനെ കുറിച്ച് ആലോചന തുടങ്ങുന്ന ഈ നിമിഷത്തിലാണ്. അവർക്ക്
ആ സ്കാം അങ്ങനെ അവസാനിപ്പിക്കാൻ ഒരു താല്പര്യവുമില്ല. പെട്ടെന്ന് മാഞ്ചത്ത് രാഹുലിനോട് പറഞ്ഞു, രാഹുൽ നാളെ നീ എനിക്കൊപ്പം വരണം. അങ്കിൾ നമ്മൾ എവിടെ പോകേണ്ടത്? നമുക്ക് ആ ബാൽജിത്ത് റാണയെ ഒന്ന് കാണാം. രാഹുലും മാഞ്ചത്തും പിറ്റേ ദിവസം ബാൽജിത്ത് റാണയുടെ ഓഫീസിലെത്തി. ബാൽജിത്ത് റാണയെ കണ്ട് അവർ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ബാൽജിത്ത് അയാളുടെ നിസ്സഹായ അവസ്ഥ മാഞ്ചത്തിനോടും രാഹുലിനോടും പറഞ്ഞു. നോക്കുക അങ്കിൾ, ഞാൻ ശരിക്കും നിസ്സഹായനാണ്. ഞാൻ ഈ സ്കാമിനെ കുറിച്ച് എന്ത് റിപ്പോർട്ട് തയ്യാറാക്കിയാലും നമ്മുടെ പത്രത്തിൽ അത് പ്രസിദ്ധീകരിക്കില്ല. എന്നോട് ആ കേസിനെ കുറിച്ച് അന്വേഷിക്കേണ്ടെന്നാണ് എഡിറ്റർ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ബാൽജിത്ത്, ഞാൻ അക്കാര്യം സമ്മതിച്ചു. എനിക്ക് നിങ്ങളുടെ എഡിറ്ററെ ഒന്ന് കാണാൻ ആഗ്രഹമുണ്ട്. അദ്ദേഹത്തെ ഒന്ന് കാണാൻ അനുവദിക്കാമോ? മാഞ്ചത്ത് അങ്ങനെ പറഞ്ഞപ്പോൾ ബാൽജിത്ത് റാണ സമ്മതിച്ചു. അവൻ എഡിറ്ററോട് സംസാരിച്ച് അനുവാദം വാങ്ങിച്ച് മാഞ്ചത്തിനെയും രാഹുലിനെയും അദ്ദേഹത്തിന്റെ മുറിയിലെത്തിച്ചു. എഡിറ്ററോടായി മാഞ്ചത്ത് ചില കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം എഡിറ്ററുടെ അടുത്ത് എഡിറ്റ് നിന്നിട്ട് അദ്ദേഹത്തിന്റെ ഷർട്ട് പൊക്കി എഡിറ്ററെ കാണിച്ചു. എന്താ ഇത്? മാഞ്ചത്തിന്റെ ശരീരത്തിലെ ആ അടയാളം കണ്ടിട്ടാണ് എഡിറ്റർ അങ്ങനെ ചോദിച്ചത്. സാർ, ഇതാണ് സാർ എന്റെ കിഡ്നി എടുത്തു മാറ്റിന്റെ തെളിവ്. മാഞ്ചത്തിന്റെ സ്വന്തം കിഡ്നി അദ്ദേഹത്തിന്റെ സമ്മതമില്ലാതെ അടിച്ചു മാറ്റിയ കഥ മാഞ്ചത്ത് എഡിറ്ററോട് പറഞ്ഞപ്പോ എഡിറ്റർ അതുവരെ ആ വിഷയത്തിൽ താല്പര്യം കാണിക്കാതെ ഇരുന്നെങ്കിലും അല്പം മുന്നോട്ടാഞ്ഞു. കഥകൾ മുഴുവൻ കേട്ട് കഴിഞ്ഞപ്പോൾ എഡിറ്റർ ആകെ ധർമ്മസങ്കടത്തിൽ ആയതുപോലെയായി. അദ്ദേഹത്തിന് കേൾക്കുന്ന കാര്യങ്ങളിൽ വാസ്തവമുണ്ടെന്ന് 100% ഉറപ്പാണ്. പക്ഷേ ഇനി ആ കേസുമായി മുന്നോട്ട് പോകാൻ പാടില്ല എന്ന് ചില ആളുകൾ എഡിറ്ററോട് പറഞ്ഞിട്ടുമുണ്ട്. അദ്ദേഹം ശരിക്കും വെട്ടിലായിരിക്കുകയാണ്. ആ എഡിറ്ററുടെ നിസ്സഹായാവസ്ഥ മനസ്സിലാക്കിയ മാഞ്ചത്ത് എഡിറ്ററോട് പറഞ്ഞു, സാർ, ഈ കാര്യങ്ങൾ അങ്ങോട്ട് പറയണം എന്ന ഉദ്ദേശത്തിൽ തന്നെയാണ് ഞാൻ വന്നത്. എനിക്ക് അങ്ങയുടെ നിസ്സഹായാവസ്ഥ മനസ്സിലാകുന്നുണ്ട്. സർ, ഒരു കാര്യം അങ്ങ് മറക്കരുത്. അങ്ങിരിക്കുന്ന ഈ പത്രാധിപരുടെ കസേര 100 വർഷങ്ങൾക്ക് മുമ്പേ ഇവിടെ ഉണ്ട്. അനവധി മഹാന്മാരായിരുന്ന അതേ കസേരയിലാണ് അങ്ങിപ്പോ ഇരിക്കുന്നത്. 100 വർഷത്തെ പാരമ്പര്യമുള്ള നിങ്ങളുടെ ഈ പത്രം ഈ അഴിമതികൾ കണ്ടില്ലെന്ന് വെച്ചാൽ സർ, സാധാരണ ജനങ്ങൾക്ക് പിന്നെ വേറെ ആരാണ് സർ ആശ്രയത്തിനുള്ളത്? അങ്ങനെ ചോദിച്ചിട്ട് മാഞ്ചത്ത് അദ്ദേഹത്തിന്റെ കസേര എണീറ്റു. മാഞ്ചത്തും രാഹുലും കൂടി ആ മുറിയിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ ആ മുറിയിൽ ബാൽജിത്ത് റാണയും ആ എഡിറ്ററും മാത്രമാണുള്ളത്. ബാൽജിത്ത് റാണയുടെ ഒരു അക്ഷരം പോലും പറയാതെ എഡിറ്റർ പെട്ടെന്ന് ആ മുറിയിൽ നിന്ന് എണീറ്റ് പുറത്തേക്ക് പോയി. 2 ദിവസം കഴിഞ്ഞപ്പോൾ ബാൽജിത്തിന് ഒരു ഫോൺ വന്നത് എയർപോർട്ടിൽ നിന്നാണ്. വിളിക്കുന്നത് എഡിറ്റർ ഇൻ ചീഫാണ്. ഫോൺ വിളിച്ച എഡിറ്റർ ബാൽജിത്തിനോട് പറഞ്ഞു, ബാൽജിത്ത്, ഞാൻ അത്യാവശ്യമായി ഒഫീഷ്യൽ ആവശ്യത്തിന് ലണ്ടനിലേക്ക് പോവുകയാണ്. ബാൽജിത്ത്, നിനക്കാണ് സൺഡേ സപ്ലിമെന്റിന്റെ പൂർണ്ണ ചുമതല. ബാൽജിത്ത്, സത്യം അതെന്താണെങ്കിലും പുറത്തു വന്നിരിക്കണം. അങ്ങനെ പറഞ്ഞിട്ട് എഡിറ്റർ ഫോൺ കട്ട് ചെയ്തു. ആ ഫോൺ കാളിന്റെ അർത്ഥം ബാൽജിത്തിന് വ്യക്തമായി മനസ്സിലായി. ശനിയാഴ്ച അതിരാവിലെയാണ് എഡിറ്റർ ഇൻ ചീഫ് എയർപോർട്ടിൽ നിന്ന് ബാൽജിത്ത് റാണയെ വിളിക്കുന്നത്. ആ പകൽ ബാൽജിത്ത് റാണയുടെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ നിമിഷങ്ങളാണ്. അതിമനോഹരമായ ഒരു റിപ്പോർട്ടുമായി പിറ്റേ ദിവസം ആ പത്രം പ്രസിദ്ധീകരിക്കപ്പെട്ടു. ഒരു കവർ സ്റ്റോറിയാണ് വന്നിരിക്കുന്നത്. പഞ്ചാബിനെ മുഴുവൻ വിഴുങ്ങുന്ന ഒരു കിഡ്നി സ്കാം നടക്കുകയാണെന്നും അതുവഴി ഒരുപാട് പാവപ്പെട്ട ആളുകൾ കബളിപ്പിക്കപ്പെട്ടു എന്നുള്ള വിശദമായ വിവരങ്ങളാണ് ആ റിപ്പോർട്ടിലുള്ളത്. മാഞ്ചത്തിന്റെ കഥയും സച്ചാത് സിംഗിന്റെ കഥയും രാജ്വീറിന്റെ കഥയും ഹാദിയയുടെ കഥയും ഒക്കെ അതിനകത്തുണ്ട്. വെറൈറ്റി ഓഫ് സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന അനവധി ആളുകളുടെ കഥകളുമായി ആ പത്രം പ്രസിദ്ധീകരിക്കപ്പെട്ടപ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു വലിയ തരംഗം തന്നെ ഉണ്ടാക്കി. ബാൽജിത്ത് റാണയുടെ ആ കവർ സ്റ്റോറി വൻ ചലനമാണ് ഉണ്ടാക്കിയത്. രാഷ്ട്രീയ നേതാക്കളും NGO സെക്ടറിൽ നിൽക്കുന്ന ആളുകളും ഒക്കെ രാവിലെ തന്നെ ആ വാർത്ത കണ്ട് പ്രതികരണങ്ങളുമായി രംഗത്തിറങ്ങി. NGOകളുടെ പ്രതിനിധികളുടെ പത്രപ്രസ്താവനകൾ ആ വാർത്തയെ അനുബന്ധിച്ച് പെട്ടെന്ന് തന്നെ ഉണ്ടാവുകയാണ്. സ്വാഭാവികമായിട്ടും കീർത്തിയും കൂട്ടരെയും ആ വാർത്ത ശരിക്കും സന്തോഷിപ്പിച്ചു. ബാൽജിത്ത് റാണ ശരിക്കും അമ്പരപ്പിക്കുന്ന ഒരു പത്രപ്രവർത്തനം തന്നെയാണ്. അസാധ്യമായ ശൈലിയിലാണ് അയാൾ ആ വാർത്ത തയ്യാറാക്കിയിരിക്കുന്നത്. പിറ്റേ ദിവസവും അനുബന്ധ വാർത്തയുമായി ബാൽജിത്ത് റാണയുടെ പത്രം എത്തി. അടുത്ത ഏതാനും ദിവസങ്ങളിൽ തുടർച്ചയായി വാർത്തകൾ വരികയാണ്. സ്വാഭാവികമായും ഈ വാർത്ത ലീഡിംഗ് പത്രം കൊണ്ടുവന്നപ്പോൾ മറ്റു പത്രങ്ങൾക്ക് നോക്കിയിരിക്കാനാവില്ലല്ലോ. അവരും വാർത്തകളുമായി രംഗത്ത് വന്നു. അതിന് ഒരു ഫലമുണ്ടായി. ബാൽജിത്ത് റാണയുടെ ഓഫീസിൽ ചില ഗുണ്ടകൾ കയറി ആ ഓഫീസ് തല്ലി തകർത്തു. ഈ വിവരം അറിഞ്ഞ മാഞ്ചത്ത് പ്രതാപ് സിംഗിനെ ബന്ധപ്പെട്ടതും പ്രതാപ് സിംഗ് ബാൽജിത്തിന് 2 സെക്യൂരിറ്റി ഗാർഡുകളെ അലോട്ട് ചെയ്തു. ബാൽജിത്തിന് മാത്രമല്ല പോലീസ് പ്രൊട്ടക്ഷൻ കിട്ടിയത്, ഗുർഗിരാത്തിന്റെ ആ കസിനും പോലീസ് പ്രൊട്ടക്ഷൻ കിട്ടി. ഗുണ്ടകൾ അവർ 2 പേരെയും അവസാനിപ്പിക്കാനായി കാര്യമായ ഒരു ശ്രമം നടത്തിയെങ്കിലും 2 പേരും പോലീസ് പ്രൊട്ടക്ഷൻ ആയതുകൊണ്ട് ഗുണ്ടകൾക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. 3-4 ദിവസം ഇങ്ങനെ കടന്നു പോവുകയാണ്. ഗുണ്ടകൾ പഠിച്ചപടി 18 നോക്കിയിട്ടും വിജിലന്റായ പോലീസുകാർ കൂടെ ഉള്ളത് കൊണ്ട് ബാൽജിത്തിനെ അവർക്ക് തൊടാനേ പറ്റുന്നില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രാവിലെ ബാൽജിത്ത് വീട്ടിൽ നിന്ന് റെഡിയായി ഇറങ്ങുമ്പോൾ
മുഖംമൂടി ധരിച്ച 8 പേർ അയാളുടെ വീട്ടിലേക്ക് ഇരച്ചു കയറിയ ആ ഗുണ്ടകൾ കയ്യിലുള്ള വടിവാളുകൾ കൊണ്ട് ബാൽജിത്തിനെ തലങ്ങും വിലങ്ങും വെട്ടി തുടങ്ങി. ഭയന്നുപോയ ബാൽജിത്ത് വീട്ടിൽ നിന്നിറങ്ങി പുറത്തേക്ക് ഓടുമ്പോൾ ബാൽജിത്തിന് തൊട്ടുപുറകെ ആ ഗുണ്ടകളുമുണ്ട്. ബാൽജിത്തിന്റെ വീട്ടിൽ നിന്ന് മാർക്കറ്റിലേക്കുള്ള റോഡ് എന്ന് പറഞ്ഞ ഒരു ചെറിയ ഇടവഴിയാണ്. ആ ഇടവഴി കൂടി അലറി വിളിച്ചുകൊണ്ട് ബാൽജിത്ത് മാർക്കറ്റിലേക്ക് ഓടി ഇറങ്ങുമ്പോൾ തൊട്ടുപുറകെ എത്തിയ ഗുണ്ടകൾ തലങ്ങും വിലങ്ങും ബാൽജിത്തിനെ വെട്ടുന്നത് ആ മാർക്കറ്റിലുണ്ടായിരുന്ന പലരും കാണുന്നുണ്ട്. രാവിലെ 10 മണിയാണ്. ഒരുപാട് വാഹനങ്ങളും ആളുകളൊക്കെ ഉള്ള സമയമാണ്. ഒരു ചെറുപ്പക്കാരനെ മുഖംമൂടി ധരിച്ച ആളുകൾ തലങ്ങും വിലങ്ങും വെട്ടുന്നത് നിസ്സഹരായ ആൾക്കൂട്ടം അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ബാൽജിത്ത് ആ റോഡ് സൈഡിലുള്ള ഒരു കടയുടെ അടുത്തിരുന്നു. ആ കടയുടെ ഷട്ടർ ഇട്ടിരിക്കുകയാണ്. ആ ഷട്ടറിലേക്ക് ചാരി ബാൽജിത്ത് ഇരിക്കുമ്പോൾ ഒരു മുഖംമൂടി നടന്ന് ബാൽജിത്തിന്റെ അടുത്തെത്തി. അയാൾ ബാൽജിത്തിന്റെ താടി പിടിച്ചിങ്ങനെ പോക്കി. അതിനുശേഷം കയ്യിലിരുന്ന വാള് ബാൽജിത്തിന്റെ കഴുത്തിലേക്ക് കൊണ്ടുവന്നിട്ട് ഒരു വലി. ഈ കാഴ്ച നൂറുകണക്കിന് ആളുകൾ ലൈവായി കാണുകയാണ്. ബാൽജിത്തിന്റെ കഴുത്തിങ്ങനെ അറ്റുപോകുന്നത് അവർക്ക് കൃത്യമായിട്ട് കാണാം. പലരും അടുത്തുണ്ടായിരുന്ന കുട്ടികളുടെ കണ്ണുകൾ അറിയാതെ ആളുകൾ പൊത്തിപ്പോവുകയാണ്. റോഡിന്റെ 2 ഭാഗത്തും അനവധി ഫ്ളാറ്റുകളൊക്കെ ഉണ്ട്. ഫ്ളാറ്റുകളിലെ ജനാലകൾ കൂടിയും ടെറസിലൂടെയൊക്കെ ആളുകൾ ഈ കാഴ്ച കാണുന്നുണ്ട്. വാഹനത്തിലൂടെ കടന്നു പോകുന്ന ആളുകളൊക്കെ ആ കാഴ്ച കാണുകയാണ്. ആ വാള് കഴുത്തുകൂടി കടന്നുപോയതും ബാൽജിത്താണ് ആ ഷട്ടറിലൂടെ ചരിഞ്ഞ് താഴേക്ക് വീണു. ആ സമയത്ത് ആ വാള് കയ്യിലുള്ള വ്യക്തി കർച്ചീഫ് എടുത്ത് വാളൊന്ന് തുടച്ചിട്ട് പെട്ടെന്ന് ആ റോഡിൽ കൂടി മുന്നോട്ട് നടന്ന് സമീപത്തുള്ള ഒരു ഇടവഴിയിലേക്ക് കയറി. അയാൾക്കൊപ്പമുണ്ടായിരുന്ന ആളുകളും ആൾക്കൂട്ടത്തിനിടയിൽ കൂടി ഇടവഴികളിലേക്ക് കയറിയപ്പോൾ പെട്ടെന്ന് അവരങ്ങ് അപ്രത്യക്ഷമാവുകയാണ്. ഈ സമയത്താണ് ബാൽജിത്തിന്റെ വീട്ടിലേക്ക് വരികയായിരുന്ന മാഞ്ചിത്ത് ആൾക്കൂട്ടം കണ്ട് ഓട്ടോ നിർത്തുന്നത്. ഓട്ടോ നിർത്തി ഇറങ്ങിയ ബാൽജിത്ത് ആൾക്കൂട്ടത്തിനിടയിലൂടെ ആ ഷട്ടറിന്റെ അടുത്തേക്ക് വന്നപ്പോൾ ശരിക്കും ഞെട്ടിപ്പോവുകയാണ്. തല ഏതാണ്ട് കഴുത്തിൽ നിന്ന് അറ്റ് വീഴറായ പരുവത്തിൽ ബാൽജിത്ത് അവിടെ ആ ഷട്ടറിൽ ചേർന്ന് കിടക്കുകയാണ്. മാഞ്ചിത്ത് ആ നിമിഷം തന്നെ പ്രതാപ് സിംഗിനെ വിളിച്ചു. ഏതാനും മിനിറ്റ് കഴിഞ്ഞപ്പോൾ SP പ്രതാപ് സിംഗ് അവിടെ എത്തി. പ്രതാപ് സിംഗ് അവിടെ എത്തിയപ്പോൾ തൊട്ടുപുറകെ ആംബുലൻസും എത്തി. പ്രതാപ് സിംഗും മാഞ്ചിത്തും പോലീസുകാരും ചേർന്ന് ബാൽജിത്ത് റാണയെ ആംബുലൻസിലേക്ക് കയറ്റി. ആംബുലൻസ് ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ മാഞ്ചിത്തും പ്രതാപും ചുറ്റുപാടുമുള്ള ആളുകളോട് കാര്യങ്ങൾ തിരക്കി തുടങ്ങി. മുഖംമൂടി ധരിച്ച ആളുകളാണ് ബാൽജിത്ത് റാണയെ വെട്ടിയെന്നുള്ള കാര്യം മാത്രമേ ആളുകൾക്ക് അറിയാവൂ. വെട്ടേറ്റ് വീണ ബാൽജിത്തിനെ പലർക്കും അറിയാം. തൊട്ട് സമീപത്ത് ബാൽജിത്ത് താമസിക്കുന്നത്. ചെറുപ്പക്കാരനായ ബാൽജിത്ത് റാണയെ അങ്ങനെ വെട്ടി വീഴ്ത്താൻ എന്താണ് കാരണമെന്ന് ആർക്കും അറിയത്തില്ല. ആൾക്കൂട്ടത്തെ അവിടുന്ന് ഒഴിപ്പിച്ചതിന് ശേഷം പ്രതാപ് സിംഗും മാഞ്ചിത്തും പ്രതാപ് സിംഗിന്റെ വാഹനത്തിൽ നിന്ന് നടക്കുമ്പോൾ ഒരാൾ ഓടി അങ്ങോട്ടേക്ക് വന്നു. സാർ എന്ന് വിളിച്ചുകൊണ്ടാണ് ആ മനുഷ്യൻ ഓടി വരുന്നത്. ഓടി വന്ന ആള് പ്രതാപ് സിംഗിനോട് പറഞ്ഞു, സാർ ഞാനൊരു വീഡിയോഗ്രാഫറാണ്. ഓക്കെ, അതിനെന്താ സാർ? ഇപ്പൊ ഇവിടെ നടന്ന കാര്യം എന്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. അതെങ്ങനെയാ നിങ്ങൾ വീഡിയോമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നത്? സാർ, ഒരു കല്യാണ പാർട്ടി എന്നെ ബുക്ക് ചെയ്തിരുന്നു. ഞാൻ ആ വീടിന്റെ മുന്നിൽ നിൽക്കുമ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്. സാർ, ആ നിമിഷം തന്നെ ഞാൻ ക്യാമറ ഓണാക്കി. അയാളുടെ മനസ്സാന്നിധ്യം ശരിക്കും സമ്മതിക്കേണ്ട ഒന്ന് തന്നെയാണെന്ന് പറഞ്ഞിട്ട് പ്രതാപ് സിംഗ് ആ ക്യാമറയുമായി കമ്മീഷൻ ഓഫീസിൽ മടങ്ങിയെത്തി. മാഞ്ചിത്ത് കൂടെയുണ്ട്. മാഞ്ചിത്ത് പ്രതാപ് സിംഗിനോട് പറഞ്ഞു, സാർ ഇതിൽ നിന്ന് ചില വിഷ്വലെങ്കിലും അങ്ങ് മീഡിയക്ക് കൊടുക്കണം. മാഞ്ചിത്ത് പറഞ്ഞതിന്റെ അർത്ഥം പ്രതാപ് സിംഗിന് കൃത്യമായിട്ട് അറിയാം. പ്രതാപ് സിംഗ് ഉടൻ തന്നെ അതിൽ നിന്നുള്ള വിഷ്വലുകൾ വിവിധ ചാനലുകൾക്കായി നൽകി. ശരിക്കും സെൻസേഷണൽ ആയിട്ടുള്ള ഒരു വാർത്തയാണ് തുടർന്നുള്ള നിമിഷങ്ങളിൽ ചാനലിൽ റിപ്പോർട്ട് ചെയ്തത്. പട്ടാപ്പകൽ ജനം മുഴുവൻ നോക്കി നിൽക്കെ അറിയപ്പെടുന്ന പത്രത്തിന്റെ ഒരു ലേഖകനെ അങ്ങനെ വെട്ടിക്കൊല്ലുന്ന ഒരു സംഭവം അതിനു മുമ്പേ ആരും കേട്ടിട്ട് പോലുമില്ല. ആ ക്രൈമിന്റെ വിഷ്വലാണ് ചാനലുകൾ ഇപ്പോൾ ടെലികാസ്റ്റ് ചെയ്യുന്നത്. ശരിക്കും അമ്പരപ്പിക്കുന്ന ആ വിഷ്വലുകൾ സകല പത്രക്കാരെയും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. അവരുടെ കൂടപ്പുറപ്പെന്ന് വിളിക്കാൻ കഴിയുന്ന ഒരു പത്രക്കാരനെയാണ് പരസ്യമായി ഇതാ അവിടെ ഇട്ട് വെട്ടിക്കൊന്നിരിക്കുന്നത്. സകല പത്രക്കാരും സകല ചാനലുകളും ഒന്നിച്ച് രംഗത്തിറങ്ങുന്നത് ഈ നിമിഷത്തിലാണ്. കിഡ്നി സ്കാമിനെ കുറിച്ച് ലേഖനങ്ങൾ എഴുതുന്ന ആളാണ് ബാൽജിത്ത് റാണയെന്ന് സകലർക്കും അറിയാം. ബാൽജിത്തിനെ കൊന്നത് ആര്? അതൊരു ചോദ്യമാണ്. കിഡ്നി സ്കാമുമായി ബന്ധപ്പെട്ട ആളുകളാണ് ആ കൊലയ്ക്ക് പിന്നിലെന്നുള്ള ശൈലിയിൽ ചാനലുകളും പത്രങ്ങളും ഒക്കെ വാർത്തകളുമായി രംഗത്തിറങ്ങുമ്പോൾ മെഡിക്കൽ കോളേജിൽ കീർത്തി അവരുടെ കൂടെയുള്ള ഗുർക്കിരാത്തിനോടും രാഹുലിനോടും ഒരു പ്രധാന കാര്യം പറയുകയാണ്. ഗുർക്കിരാത്ത്, നമ്മള് രംഗത്തിറങ്ങണം. കീർത്തി, നീ എന്താ പറയുന്നത്? നമ്മളെങ്ങനെ രംഗത്തിറങ്ങും? നമുക്ക് നമ്മുടെ സ്റ്റുഡൻസിനെ രംഗത്തിറക്കേണ്ട സമയമാണ്. നമ്മൾ വിചാരിച്ച് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് യൂണിയൻ ലീഡറെ കാണാം. കീർത്തി അങ്ങനെ തീർത്തു പറഞ്ഞതും ഗുർക്കിരാത്തും രാഹുലും കീർത്തിക്കൊപ്പം മെഡിക്കൽ കോളേജിൽ യൂണിയന്റെ ലീഡറുടെ അടുത്തെത്തി. ഒരു നല്ല ചെറുപ്പക്കാരനാണ് അയാൾ.
അയാളോട് കീർത്തി ആ കിഡ്നി സ്കാമിനെ കുറിച്ചുള്ള സകല സംഭവങ്ങളും പറഞ്ഞു. കിഡ്നി സ്കാമിനെ കുറിച്ചുള്ള സംഭവങ്ങൾ കേട്ടപ്പോ ആ യൂണിയൻ ലീഡർ ശരിക്കും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി എന്ന് തന്നെ പറയാം. അയാൾക്ക് സങ്കല്പിക്കാനാവാത്ത ഒരു സ്കാമാണ് നടന്നിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അയാളുടെ ആഹ്വാന പ്രകാരം മെഡിക്കൽ കോളേജ് സ്റ്റുഡൻസ് നിരത്തിലിറങ്ങി. അമൃത്സറിലെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ സ്റ്റുഡൻസ് കിഡ്നി സ്കാമിനെതിരെ അന്വേഷണവുമായി ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്തിറങ്ങിയപ്പോ സ്വാഭാവികമായിട്ടും മെഡിക്കൽ കോളേജിന്റെ പ്രിൻസിപ്പൽ OP മഹാജൻ കുട്ടികളെ തടയാൻ ഒരു ശ്രമം നടത്തി നോക്കിയതാണ്. പക്ഷേ കുട്ടികൾ വല്ലാത്തൊരു വാശിയിലാണ്. അവരുടെ ജീവിതത്തെ തന്നെ ബാധിക്കുന്ന ഒരു ക്രൈമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഡോക്ടേഴ്സ് കൂടി പങ്കാളിയായിട്ടുള്ള ഒരു ക്രൈം നടക്കുമ്പോൾ ഡോക്ടറാകാൻ പഠിക്കുന്ന അവർ അത് കണ്ടില്ലെന്ന് വെക്കുന്നത് ശരിയല്ല എന്നൊരു അഭിപ്രായം യൂണിയൻ ലീഡറുടെ ഭാഗത്തു നിന്നുണ്ടായതും സ്വാഭാവികമായിട്ടും മറ്റ് മെഡിക്കൽ കോളേജുകളിലേക്കും ആ വാർത്ത പടർന്നു. യൂണിയൻ ലീഡർ എല്ലാ മെഡിക്കൽ കോളേജിലെയും യൂണിയൻ ലീഡേഴ്സുമായി കണക്ഷൻ ഉള്ള ആളാണ്. അയാൾ ആവശ്യപ്പെട്ടതും സകല മെഡിക്കൽ കോളേജിലെയും കുട്ടികൾ നിരത്തിലിറങ്ങി. തുടർന്ന് പഞ്ചാബിൽ നമ്മൾ കാണുന്നത് സമാനതകളില്ലാത്ത ഒരു സമരത്തിനാണ്. മെഡിക്കൽ കോളേജിൽ നിന്നാണ് സമരം ആരംഭിച്ചെങ്കിലും മറ്റ് കോളേജുകളിലെ പിള്ളേരും അത് ഏറ്റെടുത്തു. എൻ്റെ സ്റ്റുഡൻസും നിരത്തിലായി. പത്രക്കാരിൽ ഒരാളെ പരസ്യമായി വെട്ടിക്കൊന്ന കേസായതുകൊണ്ട് സ്വാഭാവികമായിട്ടും പത്രക്കാരും വല്ലാതെ അജിറ്റേറ്റഡ് ആണ്. TV ചാനലുകൾ സ്റ്റുഡൻസിന്റെ ആ അജിറ്റേഷൻ അക്ഷരാർത്ഥത്തിൽ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് വാർത്തകളുടെ ഭാഗമാക്കുമ്പോഴാണ് ഗുജറാത്തിൽ തെരഞ്ഞെടുപ്പ് പര്യടനത്തിന് പോയിരുന്ന മുഖ്യമന്ത്രി ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് ചണ്ഡീഗഡ് വിമാനത്താവളത്തിൽ വിമാനമിറങ്ങുന്നത്. അവിടെ നിന്ന് നേരെ ഓഫീസിലെത്തിയ അമരീന്ദർ സിംഗ് ADGP AA സിദ്ദിഖിയെ അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് വിളിപ്പിച്ചു. ക്യാപ്റ്റൻ അമരീന്ദർ സിംഗിന്റെ മുമ്പിലിരിക്കുന്ന AA സിദ്ദിഖിയോട് അമരീന്ദർ സിംഗ് ചോദിച്ചു, സിദ്ദിഖി, എന്തായി സംഭവിക്കുന്നത്? ആരോട് ചോദിച്ചിട്ടാ കമ്മീഷണർ കയ്യിൽ നിന്ന് അന്വേഷണം വിജിലൻസിന് മാറ്റിക്കൊടുത്തത്? സർ, അത് IG രാജൻ ഗുപ്തയാണ് ചെയ്തത്. IG രാജൻ ഗുപ്ത കമ്മീഷണർ പ്രതാപ് സിംഗിന്റെ കയ്യിൽ നിന്ന് അന്വേഷണം വിജിലൻസ് മാറ്റിയത് കൊണ്ടാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായതെന്ന് വ്യക്തമായിട്ട് അമരീന്ദർ സിംഗിന് മനസ്സിലാവുകയാണ്. ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് തുടർന്ന് സിദ്ദിഖിയോട് പറഞ്ഞു, നമുക്ക് ഒരു SIT ഫോം ചെയ്യണം, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം. അതിന് നിങ്ങളായിരിക്കണം നേതൃത്വം വഹിക്കേണ്ടത്. ഒരു തരത്തിലുമുള്ള റെക്കമെൻഡേഷനും നിങ്ങൾ കേൾക്കേണ്ട. ഈ നിമിഷം മുതൽ നിങ്ങൾക്ക് ടീം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യും. എനിക്ക് കിഡ്നി സ്കാമുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളും അറസ്റ്റിലാകുന്നത് കാണണം. ഒരാളും ഒഴിവാകരുത്, അയാൾ എത്ര ഉന്നതനാണെങ്കിലും. വളരെ വ്യക്തമാണ് ക്യാപ്റ്റൻ അമരീന്ദർ സിംഗിന്റെ ഉത്തരവ്. കിഡ്നി സ്കാമുമായി ബന്ധപ്പെട്ട ആള് ആരാണെങ്കിലും അയാളെ പിടികൂടാനുള്ള ഉത്തരവ് തന്നെയാണ് മുഖ്യമന്ത്രി ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് ADGP AA സിദ്ദിഖിക്ക് കൊടുത്തത്. ഉടൻ തന്നെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ രൂപീകരിച്ചുകൊണ്ടുള്ള ഗവൺമെന്റ് ഉത്തരവ് പുറത്തിറങ്ങി. ആ ഉത്തരവിനൊപ്പം തന്നെ മറ്റൊരു ഉത്തരവ് കൂടി പുറത്തിറങ്ങുകയാണ്. IG രാജൻ ഗുപ്തയെ ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നു എന്നുള്ള ഉത്തരവ് കൂടി കൂടെയുണ്ട്. IG രാജൻ ഗുപ്തയെ തികച്ചും അപ്രധാനമായ ഒരു തസ്തികയിലേക്ക് സർക്കാർ ട്രാൻസ്ഫർ ചെയ്തിരിക്കുകയാണ്. ആ വാർത്ത ചാനലുകൾ ബ്രേക്ക് ചെയ്തു. പിറ്റേന്ന് രാവിലെ പത്രങ്ങളിൽ വൻ ഹെഡിങ് കൂടിയാണ് വരുന്നത്. IG രാജൻ ഗുപ്ത ട്രാൻസ്ഫേർഡ്. അതൊരു വൻ സെൻസേഷണലായ ന്യൂസ് ആവുകയാണ്. എന്തിനായിരിക്കാം IG രാജൻ ഗുപ്തയെ സർക്കാർ അടിയന്തരമായി തൽസ്ഥാനത്ത് നിന്ന് മാറ്റിയത്? അതൊരു ചോദ്യമായി പത്രങ്ങൾ ഉന്നയിക്കുകയാണ്. രാജൻ ഗുപ്തയ്ക്ക് ഈ കിഡ്നി സ്കാമുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? അതും ഒരു ചോദ്യമാണ്. മുഖ്യമന്ത്രിയുടെ അനുവാദത്തോടുകൂടി രൂപീകരിക്കപ്പെട്ട SIT അവരുടെ ആദ്യത്തെ മീറ്റിംഗ് ജലന്ധറിലാണ് നടത്തിയത്. എല്ലാ മേഖലകളിലെയും DIGമാര് ആ മീറ്റിംഗിൽ പങ്കെടുക്കുകയാണ്. DIGമാർക്ക് ADGP സിദ്ദിഖി ഉത്തരവാദിത്തങ്ങൾ വീതം വെച്ചു കൊടുത്തു. ഓരോ DIGയുടെയും കീഴിൽ വരുന്ന മേഖലകളിൽ ഏതെങ്കിലും ശൈലിയിലുള്ള കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുകയും ആ ട്രാൻസ്പ്ലാന്റേഷനിൽ നിയമപരമായത് എത്ര, നിയമപരമല്ലാത്തത് എത്ര എന്നുള്ളത് കണ്ടുപിടിക്കണം. അതാണ് ആദ്യത്തെ ടാസ്ക്. വളരെ വേഗം തന്നെ ആ അന്വേഷണം നടന്നു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ജലന്ധറിൽ സിദ്ദിഖിയുടെ നേതൃത്വത്തിൽ ആ DIGമാരുടെ മീറ്റിംഗ് വീണ്ടും നടക്കുകയാണ്. അവരുടെ കൈവശം അവർ കളക്ട് ചെയ്ത ലിസ്റ്റ് ഉണ്ട്. 97 മാർച്ച് മുതൽ 2022 മാർച്ച് വരെയുള്ള 5 കൊല്ലത്തെ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ റെക്കോർഡ്സുകളാണ് അവർ പരിശോധിച്ചിരിക്കുന്നത്. ആകെയുള്ള കേസുകളുടെ എണ്ണം 2384. ആദ്യം റിപ്പോർട്ട് ചെയ്തത് ജലന്ധർ DIG ആണ്. അദ്ദേഹം പരിശോധിച്ചത് 611 കേസുകളാണ്. അതിൽ 69 മാത്രമാണ് ജെന്യുവൻ ആയിട്ടുള്ളത്. ബാക്കിയുള്ള 552 വ്യാജ കേസുകളാണ്. ലൂധിയാനയിൽ 456 കേസിൽ 194 വ്യാജമാണ്. ബോർഡർ മേഖലയിലെ DIG 519 പരിശോധിച്ചപ്പോൾ അതിൽ വെറും 26 മാത്രമാണ് ജെന്യുവൻ ഡോണേഴ്സ് ആയിട്ടുള്ളത്. ഇങ്ങനെ ഓരോ സ്ഥലത്തെയും ഡീറ്റെയിൽസ് അവിടെ പറഞ്ഞപ്പോൾ വൻ തോതിലുള്ള ഒരു ക്രമക്കേടാണ് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷനുമായി നടക്കുന്നതെന്ന് പൂർണ്ണമായും ബോധ്യമാവുകയാണ്. ഫേക്ക് അഡ്രസ് ഉപയോഗിച്ചുകൊണ്ട് കിഡ്നി
ഡൊണേറ്റ് ചെയ്ത ആളുകളെയും അതുപോലെ കിഡ്നി സ്വീകരിച്ച ആളുകളെയും കൃത്യമായി ഐഡന്റിഫൈ ചെയ്ത് അവരുടെ വിവരങ്ങൾ രേഖപ്പെടുത്തിയെങ്കിലും അവരുടെ പേരിൽ കേസ് എടുക്കണ്ട എന്നുള്ള ഒരു ഗവൺമെന്റ് നിർദ്ദേശം SITക്ക് ലഭിച്ചതുകൊണ്ട് ആ ആളുകളുമായി ബന്ധപ്പെട്ട അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ SITക്ക് പറ്റാതെ വന്നു. ഫേക്ക് ആയിട്ടാണെങ്കിലും കിഡ്നി വാങ്ങിച്ച ആളുകൾ അവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നടത്തിയ ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് അങ്ങനെ ഉണ്ടായത്. കിഡ്നി കൊടുത്ത ആളുകളാണെങ്കിൽ അതിനേക്കാളേറെ പരിതാപകരമായ അവസ്ഥയിൽ ജീവിക്കുന്ന ആളുകളുമാണ്. കിഡ്നി കൊടുക്കാൻ യഥാർത്ഥത്തിൽ അവർ നിർബന്ധിതരാകുന്ന ഒരു സാമ്പത്തിക സാഹചര്യമാണ് അവർക്കൊക്കെ ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ആ രണ്ട് കൂട്ടരെയും വീണ്ടും കേസിൽ പെടുത്തണ്ടെന്ന് സർക്കാർ തീരുമാനിച്ചത്. ജലന്ധറിലെ മീറ്റിംഗിന് അധ്യക്ഷം വഹിച്ച സിദ്ദിഖി ഗവൺമെന്റിന്റെ തീരുമാനം DIGമാരെ അറിയിച്ചതിന് ശേഷം അവരോട് പറഞ്ഞു, ഈ കേസുമായി ബന്ധപ്പെട്ട് കുറ്റം ചെയ്തിട്ടുള്ള മുഴുവൻ ആളുകളെയും വേട്ടയാടി പിടിക്കണം. നിങ്ങൾക്ക് അക്കാര്യത്തിൽ ഞാൻ പൂർണ്ണ അധികാരമാണ് നൽകുന്നത്. ആ DIGമാരെ സംബന്ധിച്ചിടത്തോളം ശരിക്കും അവർ ആഗ്രഹിച്ചിരുന്ന ഒരു അനുവാദമാണ് SITയുടെ തലവൻ ADGPയുടെ കയ്യിൽ നിന്ന് കിട്ടിയത്. മുഖ്യമന്ത്രി ADGPക്ക് കൊടുത്ത ആ അനുവാദം ADGP DIGമാരിലേക്ക് പകർന്നിരിക്കുകയാണ്. ജലന്ധറിൽ ഈ മീറ്റിംഗ് നടക്കുന്ന ഇതേ ദിവസം സച്ച സിംഗിന്റെ അമ്മ സച്ച സിംഗിനെ വീട്ടിലേക്ക് നോക്കുകയാണ്. സാധാരണഗതിയിൽ സന്ധ്യയാകുമ്പോൾ സച്ച സിംഗ് വീട്ടിൽ മടങ്ങി വരുന്നതാണ്. ഒരു 8 മണിയായിട്ടും സച്ച സിംഗിനെ കാണാത്തത് കൊണ്ട് വിഷമിച്ച് സച്ച സിംഗിന്റെ അമ്മ മുൻവശത്ത് നിൽക്കുമ്പോഴാണ് സച്ച സിംഗിന്റെ പിതാവ് സ്ഥലത്തെത്തുന്നത്. മകൻ വന്നിട്ടില്ല എന്ന് ഭാര്യ പറഞ്ഞു കേട്ടതും സച്ച സിംഗിന്റെ പിതാവ് ഉടൻ തന്നെ സച്ച സിംഗിനെ തിരക്കി ഇറങ്ങി. അടുത്തുള്ള ആളുകളേക്ക് വിളിച്ചുകൂട്ടി അവരുമായിട്ടാണ് തിരച്ചിൽ. ആ രാത്രി സച്ച സിംഗിന്റെ സുഹൃത്തുക്കളും അയൽക്കാരും ഏതുവേണ്ട സകലരും ആ തിരച്ചിലിൽ പങ്കെടുത്തെങ്കിലും സച്ച സിംഗിനെ കണ്ടുപിടിക്കാൻ അവർക്ക് പറ്റിയില്ല. ഇതേ സമയത്ത് തന്നെ രാജ്ബീർ സിംഗിനെ അയാളുടെ ഭാര്യ തിരക്കിക്കൊണ്ടിരിക്കുകയാണ്. രാജ്ബീർ സിംഗിനെ കാണാനില്ല. പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ രാജ്ബീർ സിംഗിനെയും സച്ച സിംഗിനെ കാണാനില്ല എന്നുള്ള ഇൻഫർമേഷൻ പ്രതാപ് സിംഗും ടീമും അറിഞ്ഞു. SITയുടെ ഭാഗമാക്കി ഇപ്പൊ പ്രതാപ് സിംഗിന്റെ ടീമിനെ മാറ്റിയിരിക്കുകയാണ്. പ്രതാപ് സിംഗും ടീമും ഉടൻ തന്നെ സകല സ്ഥലങ്ങളും അരിച്ചു പറക്കാൻ തുടങ്ങി. സകല ബോർഡറുകളും ചെക്ക് ചെയ്യാൻ ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം കൊടുത്തുകൊണ്ട് അന്ന് പകൽ മുഴുവൻ പ്രതാപ് സിംഗ് ടീമും അരിച്ചു പറക്കിയിട്ടും സച്ച സിംഗിനെ കുറിച്ചുള്ള ഒരു വിവരവും കിട്ടിയില്ല. 2 ദിവസം കഴിഞ്ഞപ്പോൾ ജലന്ധറിൽ IG SK ശർമ്മയുടെ നേതൃത്വത്തിൽ DIGമാരുടെ മീറ്റിംഗ് നടക്കുകയാണ്. DIGമാർക്കൊപ്പം പ്രതാപ് സിംഗിന്റെ ടീമും മറ്റ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ആ മീറ്റിംഗിൽ പങ്കെടുക്കുകയാണ്. സച്ച സിംഗിന്റെയും രാജ്ബീർ സിംഗിന്റെയും പരാതിയുടെ അടിസ്ഥാനത്തിൽ കുറ്റവാളികൾക്കെതിരെ എത്രയും പെട്ടെന്ന് നടപടിയെടുക്കണമെന്ന് SK ശർമ്മ പറഞ്ഞപ്പോൾ പ്രതാപ് സിംഗ് SK ശർമ്മയോട് പറഞ്ഞു, സാർ 48 മണിക്കൂർ മുമ്പ് സച്ച സിംഗിനെയും രാജ്ബീർ സിംഗിനെയും അവരുടെ വീടുകളിൽ നിന്ന് മിസ്സായിരിക്കുകയാണ്. ഏയ് പ്രതാപ്, താൻ എന്തായി പറയുന്നത്? അതെ സാർ, അവർ രണ്ടുപേരും മിസ്സിംഗ് ആണ്. പോലീസിന് വ്യക്തമായ പരാതി കൊടുത്ത 2 ആളുകളെ കാണാതായിരിക്കുന്നു. അമ്പരന്ന് പോയ SIT ടീം ഉടൻ തന്നെ ബാക്കി ആളുകളെ തിരക്കിയിറങ്ങി. അപ്പോഴാണ് ഞെട്ടിക്കുന്ന ആ വാസ്തവം അവർ തിരിച്ചറിയുന്നത്. ഏതെങ്കിലും ശൈലിയിൽ കിഡ്നി ഡൊണേറ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് പരാതികൾ ഉന്നയിച്ചിട്ടുള്ള ഒരാളെയും കാണാനില്ല. സകലരും മിസ്സായിരിക്കുന്നു. SIT രൂപീകരിച്ച് ഒരാഴ്ചയായിട്ടും SITക്ക് സത്യത്തിൽ മുന്നോട്ട് പോകാൻ പറ്റിയിട്ടില്ല. അവരേതാണ്ട് സ്ട്രക്കായി നിൽക്കുകയാണ്. അവരെ മുന്നോട്ട് പോകാൻ സഹായിക്കുമായിരുന്ന ആ 2 പരാതികൾ ഉൾക്കൊള്ളുന്ന ഫയല് IG രാജഗുപ്തയ്ക്ക് പ്രതാപ് സിംഗ് ഹാൻഡ് ഓവർ ചെയ്താണ്. ആ ഫയല് IG രാജഗുപ്തയുടെ കയ്യിൽ നിന്ന് തിരിച്ചു കിട്ടിയാൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ആ കാര്യം IG SK ശർമ്മ വഴി ADGP സിദ്ദിഖിയെ അറിയിച്ചതും സിദ്ദിഖി രാജഗുപ്തയെ വിളിച്ചു. ഏയ് രാജൻ, ആ ഫയൽ തിരിച്ചു വേണമല്ലോ. സാർ, ഏത് ഫയലിനെ കുറിച്ചാണ് സാർ പറയുന്നത്? രാജൻ, പ്രതാപ് താങ്കളെ ഏൽപ്പിച്ച ആ ഫയൽ ഉണ്ടല്ലോ, അതിനെ കുറിച്ചാണ് പറയുന്നത്. സാർ, പ്രതാപ് എന്റെ കയ്യിൽ ഫയൽ ഏൽപ്പിച്ചു. സാർ, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. രാജൻ ഗുപ്ത പ്രതാപ് സിംഗ് തന്നെ ഒരു ഫയലും ഏൽപ്പിച്ചിട്ടില്ല എന്ന് തീർത്തു പറഞ്ഞപ്പോ സിദ്ദിഖി രാജഗുപ്തയോട് പറഞ്ഞു, രാജൻ, സത്യം എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നീ എത്ര ശ്രമിച്ചാലും കുറ്റവാളിയെ ഞങ്ങൾ പിടിക്കുക തന്നെ ചെയ്യും. രാജൻ ഗുപ്തയോട് വളരെ വ്യക്തമായിട്ട് തന്നെ ADGP അക്കാര്യം പറഞ്ഞുവെങ്കിലും സത്യത്തിൽ ADGP ഉൾപ്പെടെയുള്ള ടീമിന് മുന്നോട്ട് പോകണമെങ്കിൽ ഒരു പരാതി ഒറിജിനലായും അവർക്ക് വേണം. ഒറിജിനലായി പോലീസിൽ പരാതി ലഭിച്ചത് ഒരു പ്രാവശ്യം തരാന്തരനിൽ വെച്ച്, ഒരെണ്ണം ഹാദ്യയിൽ വഴി, ഒന്ന് സച്ച സിംഗ്, മറ്റൊന്ന് രാജ്ബീർ സിംഗ്. ആ 4 പരാതികളുടെയും കാരണക്കാരെ ഇപ്പോ കാണാനില്ല. ഇനിയുള്ള പരാതിക്കാരൻ അഡ്വക്കേറ്റ് മഞ്ജിത്ത് മാത്രമാണ്. അതിന്റെ അർത്ഥം വളരെ വ്യക്തമാണ്. മാഞ്ജിത്ത് ഏത് നിമിഷത്തിലും ഇതേപോലെ അപ്രത്യക്ഷമാകാം. പോലീസ് മാഞ്ജിത്തിന്റെ സഹായത്തോടു കൂടി ഒരു അഫിഡവിറ്റ് തയ്യാറാക്കി. വളരെ വ്യക്തമായിട്ട് തന്നെ മാഞ്ജിത്ത് ആ പരാതി തയ്യാറാക്കി SITക്ക് ഹാൻഡ് ഓവർ ചെയ്തു.
മാഞ്ചത്തിന്റെ കയ്യിൽ നിന്ന് പരാതി എഴുതി വാങ്ങിച്ച SIT ടീം അടുത്തതായി കോൺടാക്ട് ചെയ്തത് ഓതറൈസേഷൻ കമ്മിറ്റിയുടെ തലവൻ അമൃത്സർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന്റെ പ്രിൻസിപ്പൽ OP മഹാജനെയാണ്. മഹാജനെ കാണാൻ ചെന്നത് SP പ്രതാപ് സിംഗ് ആണ്. പ്രതാപ് മഹാജനോട് ചോദിച്ചു, മിസ്റ്റർ മഹാജൻ, ഒരുപാട് റെക്കോർഡുകൾ നിങ്ങൾ ഓതറൈസ് ചെയ്തത് വ്യാജ ഡോക്യുമെന്റിനെ ബേസ് ചെയ്താണെന്ന് ഞങ്ങൾക്ക് ബോധ്യമായിരിക്കുകയാണ്. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? സാർ, സത്യത്തിൽ അതിനകത്ത് ഞങ്ങൾക്ക് ഒന്നും ചെയ്യാനില്ല. ഞങ്ങളുടെ അടുത്ത് വരുന്ന ഡോക്യുമെന്റ്സ് മജിസ്ട്രേറ്റുമാർ കൗണ്ടർ സൈൻ ചെയ്തതാണ്. മജിസ്ട്രേറ്റ് കൗണ്ടർ സൈൻ ചെയ്ത ഡോക്യുമെന്റ് തയ്യാറാക്കിയിരിക്കുന്നത് മിടുക്കരായ അഡ്വക്കേറ്റ്മാരാണ്. അവർ രണ്ടുപേരും ഒറിജിനൽ ആണെന്ന് പറയുന്ന ഡോക്യുമെന്റിന്റെ വാസ്തവം പരിശോധിക്കേണ്ട ജോലി ഞങ്ങൾക്കില്ല. ഞങ്ങളുടെ മുന്നിൽ വരുന്ന ആപ്ലിക്കന്റ് ആരോഗ്യമുള്ളതാണോ എന്ന് മാത്രം നോക്കുന്ന ജോലി ഞങ്ങൾക്കുള്ളൂ. ഞങ്ങൾ അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. വളരെ വ്യക്തമായിട്ട് തന്നെ OP മഹാജൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്ന് പ്രതാപ് സിംഗിനോട് തീർത്തു പറയുകയാണ്. ഓതറൈസേഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ OP മഹാജനെ SP പ്രതാപ് സിംഗ് ചോദ്യം ചെയ്ത വിവരം പെട്ടെന്ന് തന്നെ ലീക്കായി. അമരീന്ദർ സിംഗ് സർക്കാരിന്റെ ഹെൽത്ത് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന RC ഡോങ്ര അതിശക്തമായി തന്നെ ആ ആക്ഷനെതിരെ പ്രതികരിക്കുകയാണ്. ഓതറൈസേഷൻ കമ്മിറ്റിക്ക് അതിൻ്റെതായ അസ്തിത്വമുണ്ടെന്നും അവരെ ചോദ്യം ചെയ്യാനുള്ള അവകാശം പ്രതാപ് സിംഗിന് ഇല്ലെന്നുമാണ് ഹെൽത്ത് മിനിസ്റ്ററുടെ അഭിപ്രായം. ഹെൽത്ത് മിനിസ്റ്റർ ആ സ്റ്റേറ്റ്മെന്റ് SIT ശരിക്കും ഞെട്ടിച്ചെന്ന് പറയാം. മുഖ്യമന്ത്രി അമരീന്ദർ സിംഗ് ഒരു തരത്തിലുമുള്ള വിട്ടുവീഴ്ചയും ഒരാളോടും വേണ്ട എന്ന് തീർത്ത് പറഞ്ഞിരിക്കുന്ന കേസിലാണ് ഹെൽത്ത് മിനിസ്റ്റർ OC ഡോങ്ര ഇത് ഉടക്കുമായി മുന്നോട്ട് വരുന്നത്. OC ഡോങ്രയുടെ ആ സ്റ്റേറ്റ്മെന്റ് സമരത്തിൽ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികളെയും NGOസിനെയും പ്രതിപക്ഷത്തെയും വല്ലാതങ്ങ് ചൂടിപ്പിച്ചു. OC ഡോങ്ര കിഡ്നി സ്കാമുമായി ബന്ധപ്പെട്ട ആളുകളെ സംരക്ഷിക്കാനായി രംഗത്തിറങ്ങിയിരിക്കുന്നു എന്ന ശൈലിയിൽ ആരോപണം ഉണ്ടായത് OC ഡോങ്ര ഉടൻ തന്നെ മറുപടിയുമായി എത്തി. അദ്ദേഹം ഒരു കാരണവശാലും ഈ കേസിലെ കുറ്റവാളികളെ സംരക്ഷിക്കാൻ ശ്രമിക്കില്ല എന്ന് ആവർത്തിച്ച് പറയുന്ന രംഗം അന്നത്തെ TV വാർത്തകളിലെ ഒരു പ്രധാന ന്യൂസ് ആയിരുന്നു. ആര് കിഡ്നി സ്കാമിന് അനുകൂലമായി സംസാരിച്ചാലും അവരെ ചോദ്യം ചെയ്യുമെന്ന ശൈലിയിലേക്ക് പത്രങ്ങളും TV ചാനലുകളും NGOസും സ്റ്റുഡൻസും അതുപോലെ സമൂഹത്തിലെ പ്രധാനപ്പെട്ട വ്യക്തികളും എത്തുന്നു എന്ന് കണ്ടപ്പോൾ പല പ്രമുഖരും പിന്നോട്ട് മാറി തുടങ്ങി. ഇനിയും താമസിച്ചാൽ പല തെളിവുകളും നഷ്ടമാകുമെന്ന് മനസ്സിലായതും ADGP സിദ്ദിഖി സകല സ്ഥലവും റെയ്ഡ് ചെയ്യാനുള്ള അനുവാദം DGമാർക്ക് കൊടുത്തു. തുടർന്ന് പഞ്ചാബ് അതുവരെ ദർശിച്ചിട്ടില്ലാത്ത അത്രയും വ്യാപകമായ ഒരു റെയ്ഡ് നടക്കുകയാണ്. കിഡ്നി ട്രാൻസ്പ്ലാന്റേഷനുമായി ബന്ധപ്പെട്ട സകല ഹോസ്പിറ്റലുകളും ക്ലിനിക്കുകളും ഓതറൈസേഷൻ കമ്മിറ്റി ഓഫീസുകളും എല്ലാം അരിച്ചു പറക്കി റെയ്ഡ് ചെയ്യപ്പെട്ടു. ബ്ലഡ് ബാങ്കുകളും ഒക്കെ റെയ്ഡിന് വിധേയമായ സ്ഥലങ്ങളാണ്. സകല സ്ഥലങ്ങളും അരിച്ചു പറക്കുമ്പോഴാണ് SIT ടീം അംഗങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവുന്നത്. ഒരു സ്ഥലത്ത് നിന്നും അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു തെളിവ് പോലും ലഭിക്കുന്നില്ല. ശരിക്കും അമ്പരപ്പിക്കുന്നതാണ് ആ യാഥാർത്ഥ്യം. കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ നടന്നിരിക്കുന്ന ഹോസ്പിറ്റലുകൾ, അവരെ താമസിപ്പിച്ചിട്ടുള്ള സേഫ് ഹൗസുകൾ, ഓതറൈസേഷൻ കമ്മിറ്റിയുടെ ഓഫീസുകൾ ഒക്കെ ഈ റെയ്ഡിന് വിധേയമായെങ്കിലും സ്കാം നടക്കുന്നു എന്ന് തെളിയിക്കാൻ പറ്റുന്ന തെളിവുകൾ മാത്രമില്ല. ഈ സമയത്താണ് പ്രതാപ് സിംഗിന്റെ ടീമിലെ സുഖജിത് സിംഗ് ഡോക്ടർ പർവീൻ കുമാർ സരീന്റെ പ്രൈവറ്റ് ക്ലിനിക് റെയ്ഡ് ചെയ്യുന്നത്. ഡോക്ടർ പർവീൻ കുമാർ സരീന്റെ പ്രൈവറ്റ് ക്ലിനിക് റെയ്ഡ് ചെയ്യാനുള്ള പ്രധാന കാരണം അമൃത്സറിലെ ഓതറൈസേഷൻ കമ്മിറ്റിയുടെ ഓഫീസിൽ ലഭിച്ച ചില ഡോക്യുമെന്റുകളാണ്. അമൃത്സറിൽ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷന് അനുവാദം കിട്ടിയിരിക്കുന്ന ഹോസ്പിറ്റൽ കാക്കർ ഹോസ്പിറ്റലാണ്. ആ കാക്കർ ഹോസ്പിറ്റലിലാണ് അമൃത്സറിലും ജലന്ധറിലും ലുധിയാനയിലുമുള്ള 1900-ഓളം കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ നടത്താനുള്ള അനുവാദം ലഭിച്ചിരിക്കുന്നത്. വേറെയും ഹോസ്പിറ്റലുകൾ സമീപത്തൊക്കെ ഉണ്ടെങ്കിലും അവർക്കൊന്നും അനുവാദം കൊടുക്കാതെ അമൃത്സറിലെ കാക്കർ ഹോസ്പിറ്റലിൽ തന്നെ അനുവാദം കൊടുത്തിരിക്കുന്നതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാകുമെന്ന് കരുതിയിട്ടാണ് ആ ഓപ്പറേഷനുകൾക്ക് നേതൃത്വം വഹിക്കുന്ന സരീന്റെ ആ പ്രൈവറ്റ് ക്ലിനിക്ക് സെർച്ച് ചെയ്യാൻ സുഖജിത് സിംഗ് തീരുമാനിച്ചത്. ആ ക്ലിനിക്കിലെത്തിയ സുഖജിത് സിംഗ് ആ ക്ലിനിക്ക് അരിച്ചു പറക്കിയിട്ട് ഒന്നും കിട്ടാതെ വന്നപ്പോൾ തിരിച്ച് നടക്കാൻ ശ്രമിച്ചപ്പോഴാണ് നേരത്തെ അദ്ദേഹം നോക്കിയ ഒരു മേശവലിപ്പ് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ആ മേശവലിപ്പിലെ ഒരു ഫയലിൽ ആകസ്മികവശാൽ അദ്ദേഹത്തിന്റെ കണ്ണൊന്ന് ഉടക്കിയതാണ്. സുഖജിത് സിംഗ് ആ ഫയൽ പുറത്തെടുത്തു. ഒരു പേഷ്യന്റിന്റെ ഫയലാണത്. ആ ഫയലിൽ എന്തോ മാച്ചിരിക്കുന്ന കണ്ടതുകൊണ്ടാണ് സുഖജിത് സിംഗ് ആ ഫയല് കയ്യിലെടുത്തത്. ആ ഫയലിന്റെ ഏറ്റവും മുകളിൽ മാച്ചിരിക്കുന്ന വേർഡ് സുഖജിത് സിംഗ് കൃത്യമായി വായിച്ചെടുത്തു. ഡൈഡ് എന്നാണ് എഴുതിയിരുന്നത്. അത് മാച്ചിട്ട് അതിന് പുറത്തുകൂടി ഡിസ്ചാർജ്ഡ് ആൻഡ് സെന്റ് ടു കാക്കർ ഹോസ്പിറ്റൽ അങ്ങനെ എഴുതിയിരിക്കുന്നത്. ആ നിമിഷം തന്നെ സുഖജിത് സിംഗും ടീമും അവിടെ നിന്ന് നേരെ കാക്കർ ഹോസ്പിറ്റലിലേക്ക് വെച്ച് പിടിച്ചു. കാക്കർ ഹോസ്പിറ്റലിൽ എത്തിയ സുഖജിത് സിംഗ് ഉടൻ തന്നെ
ആ പേഷ്യന്റിന്റെ ഫയൽ എടുപ്പിച്ചു. ആ പേഷ്യന്റിന്റെ പേര് പ്രകാശ് എന്നാണ്. 2001 ഡിസംബർ 9 സരിന്റെ പ്രൈവറ്റ് ക്ലിനിക്കിൽ വെച്ച് മരിച്ചുപോയ ഒരു രോഗിയെ മരണത്തിന് ശേഷം കാക്കർ ഹോസ്പിറ്റലിൽ പേഷ്യന്റായി അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. തികച്ചും ഗുരുതരമായ ക്രിമിനൽ കുറ്റമാണ് അവർ ചെയ്തിരിക്കുന്നത്. അത് മനസ്സിലായതും സുജിത് സിംഗ് ആ നിമിഷം തന്നെ SP പ്രതാപ് സിംഗിനെ വിളിച്ച് കാര്യം പറഞ്ഞു. പ്രതാപ് സിംഗ് ഉടൻ തന്നെ കാക്കർ ഹോസ്പിറ്റലിലെ മുഴുവൻ ആളുകളെയും അറസ്റ്റ് ചെയ്യാനുള്ള ഓർഡർ ഇട്ടു. മുഴുവൻ എംപ്ലോയീസിനെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്ത് തുടങ്ങിയെങ്കിലും പോലീസിന് കിഡ്നി സ്കാമുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലുള്ള വിവരവും ആ എംപ്ലോയീസിൽ നിന്ന് ലഭിക്കുന്നതേയില്ല. സുജിത് സിംഗും കൂടെയുള്ള ടീമംഗങ്ങളും പഠിച്ച പണി 18 നോക്കിയിട്ടും കാക്കർ ഹോസ്പിറ്റലിലെ എംപ്ലോയീസിൽ നിന്ന് ഒരു വിവരവും ലഭിക്കാതെ വന്നതും പ്രതാപ് സിംഗ് സുജിത് സിംഗിന് മറ്റൊരു ഓർഡർ കൊടുത്തു. പ്രകാശിന്റെ അഡ്രസ്സിൽ ഒന്ന് അന്വേഷിക്കാനാണ് സുജിത് സിംഗിനോട് പ്രതാപ് സിംഗ് ആവശ്യപ്പെട്ടത്. പ്രകാശിന്റെ അഡ്രസ്സ് UP-യിലാണ്. ഒരു പോലീസ് ടീം നേരെ UP-യിലെത്തി. അവിടെ പ്രകാശിനെ വീട്ടിൽ നിന്ന് തിരക്കുമ്പോഴാണ് പ്രകാശ് മരിച്ച കാര്യം അവർ അറിയുന്നത് തന്നെ. പ്രകാശ് മരിച്ച കാര്യം ആ വീട്ടുകാർ അറിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അടുത്ത ചോദ്യം അവിടെ ഉദയം ചെയ്യുകയാണ്. പ്രകാശിന്റെ ബോഡി എവിടെ പോയി? പ്രകാശിന്റെ ബോഡി എവിടെ പോയി എന്നുള്ള ചോദ്യത്തിന് അവരുടെ കയ്യിലുള്ള ഉത്തരം നാദു എന്ന ടീ സ്റ്റാൾ ഉടമയാണ്. ഹാർദിയാലും ചന്തു തമ്മിൽ തുടക്കത്തിൽ കണ്ടുമുട്ടിയ അതേ ചായക്കടക്കാരൻ നാദുവിന്റെ പേരാണ് കാക്കർ ഹോസ്പിറ്റലിലെ ജീവനക്കാർ അപ്പോൾ പറഞ്ഞത്. പോലീസ് നാഥുവിന്റെ ആ ചായക്കടയിലെത്തി. അവിടെ പോലീസ് എത്തുമ്പോഴാണ് പോലീസിന്റെ ശ്രദ്ധയിൽ ആ ഒരു ബോർഡും ഒരു ബോക്സ് ഒക്കെ പെടുന്നത്. ഒരു വലിയ ബോക്സ് അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ചായ കുടിക്കാൻ വരുന്ന ആൾക്കാർക്ക് ആ ബോക്സിൽ പണം നിക്ഷേപിക്കാം. ഒരു ഡൊണേഷനാണ്. അനാഥ ശവങ്ങൾ മറവ് ചെയ്യുന്ന ഒരു ജോബ് നാഥു ചെയ്യുന്നുണ്ട്. ഹോസ്പിറ്റലിലൊക്കെ അനാഥരായി മരിക്കുന്ന ആളുകളെ ക്ലെയിം ചെയ്യാനായിട്ട് ആരും വരാതെ വരുമ്പോൾ നാഥുവാണ് ആ ബോഡികൾ കളക്ട് ചെയ്ത് ദഹിപ്പിക്കുകയോ അടക്കം ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നത്. നാഥുവിനോട് പോലീസ് കാര്യം തിരക്കിപ്പോ നാഥു അത് പറയുകയും ചെയ്തു. കാക്കർ ഹോസ്പിറ്റലിൽ ആരും ക്ലെയിം ചെയ്യാത്ത ഒരു ബോഡി ഉണ്ടെന്ന് അറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം കാക്കർ ഹോസ്പിറ്റലിൽ ചെന്നതും ആ ബോഡി വാങ്ങിച്ച് അതിനെ മറവ് ചെയ്തതൊക്കെ നാഥു തന്നെ പോലീസിനോട് സമ്മതിച്ചു. നാഥു എന്ന ആളുകൾ വിളിക്കുന്ന ആ ആളുടെ യഥാർത്ഥ പേര് ചുന്നിലാൽ എന്നാണ്. നാഥുവിനെ പ്രതാപ് സിംഗ് കാര്യമായി ഒന്ന് കുടഞ്ഞപ്പോ നാഥുവിൽ നിന്ന് കുറെ ഇൻഫർമേഷൻ പ്രതാപ് സിംഗിന് കിട്ടി. കാക്കർ ഹോസ്പിറ്റലിൽ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷനുമായി ബന്ധപ്പെട്ട് അഡ്മിറ്റ് ആകുന്ന ഡോണേഴ്സിൽ ചിലരെങ്കിലും മരിച്ചു പോകാറുണ്ട്. അവർ മരിക്കുന്നത് കാക്കർ ഹോസ്പിറ്റലിൽ വെച്ചോ സേഫ് ഹൗസിൽ വെച്ചോ ആകാം. അങ്ങനെ മരിക്കുന്ന ആളുകളെ അടക്കം ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ അയാൾ ചെയ്യുന്ന പ്രധാന പണി. അതിന് അയാൾക്ക് ടിങ്കു പണം കൊടുക്കുന്നുണ്ട്. ചായക്കടയിൽ വെച്ചിരിക്കുന്ന ബോക്സും ആ ഡൊണേഷനും ഒക്കെ ആളുകളെ പറ്റിക്കാനുള്ള ഒരു മാർഗമാണെന്ന് മാത്രം. യഥാർത്ഥത്തിൽ ശവം മറവ് ചെയ്യാനുള്ള മുഴുവൻ തുകയും അഡീഷണൽ എമൗണ്ടും ഒക്കെ കൃത്യമായും ടിങ്കു അയാൾക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നുണ്ടെന്ന് അർത്ഥം. നാഥുവിന്റെ സ്റ്റേറ്റ്മെന്റ് ലഭിച്ചപ്പോൾ പ്രതാപ് സിംഗ് IG SK ശർമ്മയോട് ആ കാര്യം സൂചിപ്പിച്ചു. സർ, ഈ ഇൻഫർമേഷൻ അടിസ്ഥാനത്തിൽ നമുക്ക് കാക്കർ ഹോസ്പിറ്റലിലെ ആ ഡോക്ടേഴ്സിന് മുഴുവൻ പൊക്കിയാലോ? പ്രതാപ്, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രം വെച്ച് നമുക്ക് അത് ചെയ്യാൻ പറ്റില്ല. മരിച്ചുപോയ ആളുകളെ കുറിച്ചുള്ള വ്യക്തമായ ഡേറ്റയും കൂടി ഉണ്ടെങ്കിലേ നമുക്ക് അവരെ ചോദ്യം ചെയ്യാൻ പറ്റൂ. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇവർക്ക് മുകളിലുണ്ടെന്ന് നമ്മൾ കരുതുന്ന സരിൻ രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഇതുവരെയായിട്ട് സരിനിലേക്ക് അവർ എത്തിയിട്ടില്ല. സരിനാണ് ഈ കിഡ്നി ഓപ്പറേഷന്റെ ഒക്കെ പിന്നിലെന്നുള്ള ഒരു നിഗമനം അവർക്ക് ഇപ്പോൾ ഉണ്ട്. അതിന്റെ കാരണം സരിൻ തന്നെ നടത്തിയിട്ടുള്ള അനവധി മീറ്റിങ്ങുകളാണ്. ആ മീറ്റിങ്ങുകളിൽ കിഡ്നി രോഗം വരാനുള്ള സാധ്യതയെക്കുറിച്ച് സരിൻ വളരെ വിശദമായിട്ട് തന്നെയാണ് ആളുകളോട് സംസാരിച്ചിരുന്നത്. സരിൻ സംസാരിക്കുന്ന കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു കിഡ്നി ചെക്കപ്പ് നടത്താൻ ആർക്കായാലും ഒരു താല്പര്യം വരും. ആ ചെക്കപ്പിന് വേണ്ടി കാക്കർ ഹോസ്പിറ്റലിൽ എത്തുന്ന ആളുകളെ എത്രയും പെട്ടെന്ന് കിഡ്നി ഓപ്പറേഷന് നിർബന്ധിക്കുന്ന ഒരു ശൈലി ഡോക്ടർ സരിൻ ഉണ്ടെന്ന് പലരും SITക്ക് റിപ്പോർട്ട് ചെയ്യുന്നതും ഈ സമയത്താണ്. സരിൻ ആളുകളെ കൊണ്ട് കിഡ്നി മാറ്റിവെപ്പിക്കാൻ വേണ്ടി അവരെ ഒന്ന് ഭയപ്പെടുത്തും. ഉടൻ കിഡ്നി മാറ്റി വെച്ചില്ലെങ്കിൽ അവർ മരിച്ചു പോകുമെന്ന് പറയുമ്പോൾ ഇല്ലാത്ത പണം ഉണ്ടാക്കി അവർ കിഡ്നി ഓപ്പറേഷൻ റെഡിയാകും. അങ്ങനെയാണ് 5 ലക്ഷം രൂപയ്ക്ക് അവർ സംഘടിപ്പിച്ചു കൊടുക്കുന്നതും ആ 5 ലക്ഷം രൂപയുടെ ബേസിൽ ഏതെങ്കിലും ഡോണറുടെ കിഡ്നി സംഘടിപ്പിച്ച് അയാൾക്ക് മാറ്റിവെക്കുന്നതും. കഥ ഇപ്പോ ഏതാണ്ട് SITക്ക് അറിയാം. പക്ഷെ സരിനെ കൊടുക്കാൻ കഴിയുന്ന വ്യക്തമായ ഒരു പരാതിയാണ് SITയുടെ കയ്യിലില്ലാത്തത്. പ്രതാപ് സിംഗും SIT ടീമംഗങ്ങളും ശരിക്കും ആ ഒരു പരാതി എവിടെ നിന്ന് ലഭ്യമാക്കാം എന്നതിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ദിവസം വൈകുന്നേരം IG രാജൻ ഗുപ്തയുടെ PA ആയിരുന്ന ഒരു വ്യക്തി പ്രതാപ് സിംഗിനെ കാണാനായി എത്തിയത്. പ്രതാപ് സിംഗിനെ അറിയാവുന്ന വ്യക്തിയാണ്. പ്രതാപ് അയാളോട് കാര്യങ്ങൾ തിരക്കിപ്പോ അയാൾ ഒരു ഫയല് പ്രതാപ് സിംഗിന്റെ മുന്നിലേക്ക് വെച്ചു. ലേശം
കത്തി തുടങ്ങിയിരിക്കുന്ന ഒരു ഫയലാണ് പ്രതാപ് സിംഗിന്റെ മേശപ്പുറത്തേക്ക് ആ മനുഷ്യൻ വെക്കുന്നത്. പ്രതാപ് ഉടൻ തന്നെ ആ ഫയൽ തുറന്നപ്പോൾ പ്രതാപ് തന്നെ ഞെട്ടിപ്പോവുകയാണ്. പ്രതാപ് IG രാജൻ ഗുപ്തയ്ക്ക് ഹാൻഡ് ഓവർ ചെയ്ത അതേ ഫയലാണ് ഇപ്പൊ ഇതാ പ്രതാപ് സിംഗിന്റെ മുൻവശത്തിരിക്കുന്നത്. സാർ, IG ഈ ഫയൽ കത്തിക്കാൻ ശ്രമിക്കുന്നത് ഞാൻ കണ്ടിരുന്നു. അദ്ദേഹം കത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് ഒരു ഫോൺ വന്നത്. അദ്ദേഹം ഫോൺ എടുക്കാൻ പോയപ്പോൾ ഞാനാണ് ആ തീയുടെ അടുത്ത് നിന്നത്. എനിക്ക് സംശയം തോന്നിയതുകൊണ്ട് ഞാൻ ആ ഫയൽ എടുത്ത് മാറ്റി വെച്ചതാണ്. IG എന്നോട് ആ ഫയൽ കത്തിച്ചു എന്ന് ചോദിച്ചിരുന്നു. ഞാനത് കത്തിപ്പോയെന്ന് പറയുകയും ചെയ്തു. വളരെ വളരെ നിർണായകമായ ഒരു ഫയലാണ് ഇപ്പൊ ഇതാ പ്രതാപിന്റെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. സച്ചാർ സിംഗിന്റെയും രാജ്വീറിന്റെയും പരാതികളും ഒറിജിനൽ ഡോക്യുമെന്റിന്റെ കോപ്പികളും ഒക്കെ അതിനകത്തുണ്ട്. ആ ഫയൽ കയ്യിൽ കിട്ടിയതും ആ വിവരം SITയെ പ്രതാപ് സിംഗ് അറിയിച്ചു. തുടർന്ന് പഞ്ചാബ് കണ്ടത് ഒരു വൻ വേട്ടയാണ്. ഈ കിഡ്നി സ്കാമുമായി ബന്ധപ്പെട്ട സകല ആളുകളെയും SITയുടെ വിവിധ ടീമുകൾ ചേർന്ന് തിരഞ്ഞു പിടിച്ച് അറസ്റ്റ് ചെയ്തു തുടങ്ങി. അറസ്റ്റ് ചെയ്യപ്പെട്ടതിൽ ഒരുപാട് അഡ്വക്കേറ്റ്മാരുണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്, ഹോസ്പിറ്റൽ സ്റ്റാഫുകളുണ്ട്, ഡോണേഴ്സ് ഉണ്ട്, ബ്ലഡ് ബാങ്കുമായി കണക്ട് ചെയ്ത ഉദ്യോഗസ്ഥരുണ്ട്. അനവധി ആളുകളാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടത്. ഇതിനിടയിൽ സർക്കാർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ OP മഹാജനെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. സസ്പെൻഡ് ചെയ്യപ്പെട്ട OP മഹാജനും അറസ്റ്റിലായി. അറസ്റ്റ് ചെയ്യപ്പെട്ട OP മഹാജനെയും ബാക്കിയുള്ള മുഴുവൻ പ്രതികളെയും ഒന്നിച്ച് ഒരു വലിയ മുറിയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ഒരു വലിയ ഹാളാണ്. ആ ഹാളിലുള്ള ആളുകളെ എല്ലാം ഒന്ന് നോക്കിയിട്ട് പ്രതാപ് സിംഗ് അവരോട് പറഞ്ഞു, ഓക്കെ, എല്ലാവരും ഡ്രസ് അഴിക്ക്. OP മഹാജൻ അമൃത്സർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന്റെ പ്രിൻസിപ്പളാണ്. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ആളുകൾ ഡ്രസ് അഴിച്ചു തുടങ്ങിയപ്പോൾ OP മഹാജന് ഡ്രസ് അഴിക്കാൻ ഒരു മടി. പ്രതാപ് സിംഗ് OP മഹാജനോട് പറഞ്ഞു, സാർ, താങ്കളും അഴിച്ചേ പറ്റൂ. OP മഹാജൻ മടിച്ച് ഷർട്ട് അഴിച്ചു. OP മഹാജൻ ഷർട്ട് അഴിച്ച് കഴിഞ്ഞിട്ട് സൈഡിലോട്ട് നോക്കുമ്പോൾ ബാക്കിയുള്ള ആളുകളൊക്കെ പാൻസ് അഴിക്കുകയാണ്. പാൻസ് അഴിച്ച് അണ്ടർവെയറിൽ അവിടെ നിൽക്കേണ്ടി വരും എന്നൊരു ധാരണയിലേക്ക് OP മഹാജൻ എത്തിയതും പ്രതാപ് സിംഗ് OP മഹാജന്റെ അടുത്തെത്തി. സാർ, ഇതുപോലുള്ള കാര്യങ്ങൾ സംഭവിക്കാതിരിക്കണമെങ്കിൽ നടന്ന കാര്യങ്ങൾ അങ്ങ് എന്നോട് പറയണം. അങ്ങനെ പറഞ്ഞാൽ താങ്കൾക്ക് ശിക്ഷയിൽ കുറച്ച് ഇളവെങ്കിലും കിട്ടും. OP മഹാജൻ അപ്പോഴാണ് സംഭവത്തിന്റെ ഗൗരവാവസ്ഥ മനസ്സിലാകുന്നത്. താൻ പിടിക്കപ്പെട്ടിരിക്കുന്നു, ഇനി തനിക്ക് രക്ഷയില്ല. OP മഹാജൻ പ്രതാപ് സിംഗിന്റെ ആ ആവശ്യത്തിന് അങ്ങനെയാണ് വഴങ്ങുന്നത്. വളരെ വിശദമായ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെ OP മഹാജൻ ആ അവയവ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട് SITക്ക് മുന്നിൽ നൽകി. 5 ലക്ഷം രൂപയാണ് ഒരു കിഡ്നി ആവശ്യക്കാരന്റെ കയ്യിൽ നിന്ന് ഹോസ്പിറ്റൽ ഈടാക്കുക. അതിൽ 75,000 രൂപ സരിന് സ്വന്തമാണ്, 95,000 രൂപ കാക്കർ ഹോസ്പിറ്റലിന് കിട്ടും, 25,000 രൂപ ചന്തുവിന്, 25,000 രൂപ രാജുവിന്, 50,000 രൂപ കിഡ്നി ആരാണോ കൊടുത്തത് അവർക്ക്. ബാക്കി സംഖ്യ ഈ ഓതറൈസേഷൻ കമ്മിറ്റിക്കും IG രാജൻ ഗുപ്തയ്ക്കും ടിങ്കുവിനും വിക്കി ഭാട്ടിക്കും ഉൾപ്പെടെയുള്ള ആളുകൾക്കായി വീതം വയ്ക്കും. എവിടെയൊക്കെ ഇടനിലക്കാരുടെ എണ്ണം കൂടുതലാണോ അവിടെയെല്ലാം ആ ഷെയർ അതുപോലെ കുറയുകയും കൂടുകയൊക്കെ ചെയ്യും. വളരെ വിശദമായിട്ട് തന്നെ OP മഹാജൻ അവരുടെ ഓപ്പറേഷൻ രീതി SITക്ക് മുന്നിൽ അവതരിപ്പിച്ചു. മറ്റൊരു കാര്യം കൂടി ഇതിനിടയിൽ SIT നോട്ട് ചെയ്തിരുന്നു. ആ കാര്യം SITക്ക് വേണ്ടി പ്രതാപ് സിംഗ് ആണ് OP മഹാജനോട് ചോദിച്ചത്. നിങ്ങൾക്ക് അമൃത്സർ ബേസ് ചെയ്തുകൊണ്ടുള്ള ഓതറൈസേഷൻ മാത്രമാണ് അനുവാദമുള്ളത്. പക്ഷേ ഇവിടെ വന്ന് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ നടത്തിയിരിക്കുന്ന ആളുകൾ പലരും US-ലും UK-ലും ഓസ്ട്രേലിയയിലും അതുപോലെ മറ്റു യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഉള്ളവരാണെന്ന് കാണുന്നുണ്ടല്ലോ. എന്താ അതിന്റെ സംഭവം? ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കിഡ്നി സ്കാം എങ്ങനെയാണ് വർക്കൗട്ട് ആയതെന്ന് അപ്പോഴാണ് OP മഹാജൻ SITയോട് പറഞ്ഞത്. ഡോക്ടർ സരിന് ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന നെറ്റ്വർക്ക് പഞ്ചാബിലെമ്പാടും വ്യാപകമായപ്പോൾ ലോകത്തിലെ ഏറ്റവും റേറ്റ് കുറഞ്ഞ് കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ കഴിയുന്നതും എളുപ്പം കിഡ്നി ലഭിക്കുന്നതുമായ സ്ഥലം പഞ്ചാബാണെന്ന് അറിഞ്ഞിട്ട് പ്ലെയിൻ ചാർട്ട് ചെയ്ത് കാനഡയിൽ നിന്നും US-ൽ നിന്നും UK-യിൽ നിന്നും ഓസ്ട്രേലിയയിൽ നിന്നൊക്കെ ആളുകൾ പഞ്ചാബിലെ അമൃത്സറിൽ വന്നിറങ്ങുമായിരുന്നു. അവർക്ക് താമസിക്കാനായി പ്രത്യേകം വീടുകളും ഉണ്ടായിരുന്നു. അവരവിടെ സ്ഥിരമായി താമസിക്കുകയാണെന്നുള്ള റെക്കോർഡുകൾ വ്യാജമായി ഉണ്ടാക്കും. ആ റെക്കോർഡുകൾ ഉണ്ടാക്കാനായിട്ടാണ് ആ അഡ്വക്കേറ്റ്മാരും മജിസ്ട്രേറ്റും ഒക്കെ കൂടെ നിൽക്കുക. ആ റെക്കോർഡുകളുടെ പിൻബലത്തിലാണ് ഓതറൈസേഷൻ കമ്മിറ്റി അവർക്ക് കിഡ്നി റിസീവ് ചെയ്യാനുള്ള അനുവാദം കൊടുക്കുന്നത്. അതുപോലെ തന്നെ വളരെ വളരെ നിർണായകമായ ഇൻഫർമേഷൻ നാഥുവിന്റെ കയ്യിൽ നിന്ന് പോലീസിന് ലഭിച്ചു. കിഡ്നിയുടെ ആവശ്യകത വൻതോതിൽ കൂടിയപ്പോൾ സരിന്റെ ആ റാക്കറ്റ് ആളുകളെ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തിയും തട്ടിക്കൊണ്ടുപോയിട്ടുണ്ട്. അതുപോലെ വണ്ടി ഇടിച്ച് തട്ടിക്കൊണ്ടുപോയിട്ടുണ്ട്. അങ്ങനെ പല ശൈലിയിലായിട്ട് ആളുകളെ തട്ടിക്കൊണ്ടുപോയിട്ടുണ്ട്. തട്ടിക്കൊണ്ടു പോകുന്നതിന് മുമ്പായി ആ ആളുകൾ എല്ലാവരും ഏതെങ്കിലും ബ്ലഡ് ബാങ്കുമായി ബന്ധമുണ്ടാക്കിയവരാണെന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം. ബ്ലഡ് ബാങ്ക് ഈ ബിസിനസിന്റെ ഏറ്റവും നിർണായകമായ ഒരു സംവിധാനമായിരുന്നു.
ഏതൊരാളിന്റെയും പേരും അഡ്രസ്സും അവരുടെ ബ്ലഡ് ഗ്രൂപ്പും ഐഡന്റിഫൈ ചെയ്ത് കഴിയുമ്പോൾ ആ വല വിരിക്കുന്ന ആളുകൾ അങ്ങനെ കാത്തിരിക്കുകയാണ്. കിഡ്നി ആവശ്യമുള്ള ഒരാൾ ആ ബ്ലഡ് ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയാൽ ആ നിമിഷം അവർ ആ ആളെ പൊക്കിയിരിക്കും. അയാൾക്ക് ഇഷ്ടമുണ്ടെങ്കിലും ഇഷ്ടമില്ലെങ്കിലും. ആദ്യമൊക്കെ പണം കൊടുക്കുമായിരുന്നു, പിന്നീട് അതിനൊന്നും അവർ മെനക്കെടാറില്ലാതായി. അങ്ങനെ മെനക്കെടാതെ വരുമ്പോഴാണ് അവർ പലരും മരണത്തിൽ അഭയം പ്രാപിക്കുന്നത്. അങ്ങനെ മരിക്കുന്ന ആളുകളെ അടക്കം ചെയ്യാനായിട്ടാണ് ഒരു സന്നദ്ധ സംഘടന ഉണ്ടാക്കി ആ ഡൊണേഷൻ ബോക്സ് നാഥു എന്ന പേരിൽ ആ ചുനിലാൽ അയാളുടെ ആ ചായക്കടയിൽ സ്ഥാപിച്ചിരിക്കുന്നത്. വളരെ വലിയൊരു ഫ്രെയിമാണ് OP മഹാജിൽ നിന്നും ചിന്നുലാലിൽ നിന്നും ഇപ്പോ SITക്ക് ലഭിച്ചിരിക്കുന്നത്. SITയെ വെട്ടിച്ച് ഇപ്പോഴും ഒടുവിൽ കഴിയുകയാണ് വിക്കി ഭാട്ടിയും ടിങ്കുവും ചന്തുവും അതുപോലെ രാജു. SIT ടെലിഫോൺ നമ്പറുകൾ കൃത്യമായി ഫോളോ ചെയ്യുകയാണ്. അങ്ങനെ ഫോളോ ചെയ്തപ്പോൾ ആ ടീം ഒളിച്ചു കഴിയുന്ന സ്ഥലത്തെക്കുറിച്ചുള്ള സൂചന SITക്ക് ലഭിച്ചു. SIT ടീമംഗങ്ങൾ അവിടേക്ക് ചെന്നു. തുടർന്ന് അവിടെ ഒരു വെടിവെപ്പ് ഉണ്ടായത്. ആ വെടിവെപ്പിൽ വിക്കി ഭാട്ടിയും ടിങ്കും ചന്തുവും കൊല്ലപ്പെട്ടു. രാജു മുറിവുകളോടുകൂടി അറസ്റ്റിലായി. സരിന്റെ വസതിയിലേക്ക് പോലീസ് എത്തുമ്പോൾ അവിടെ സരിനില്ല. സരിൻ എവിടെയെന്ന് തിരക്കുമ്പോൾ ആർക്കും അറിയത്തില്ല. പോലീസ് സരിന് വേണ്ടി സകല അതിർത്തികളും അടച്ച് പരിശോധന നടത്തുമ്പോൾ സരിൻ പഞ്ചാബ് ബോർഡർ കടന്ന് ഹരിയാനയിലേക്ക് എത്തിയിരുന്നു. അവിടെ നിന്ന് സരിന്റെ വാഹനം എത്തിയത് ദില്ലിയിലേക്കാണ്. ദില്ലിയിലെ ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ടിൽ സരിൻ കടക്കുമ്പോൾ പഞ്ചാബിലെ കാക്കർ ഹോസ്പിറ്റലും സരിന്റെ വീടും സരിന്റെ പ്രൈവറ്റ് ക്ലിനിക്കും എന്നിവിടെ സരിനുമായി ബന്ധപ്പെട്ട സകല സ്ഥലവും പോലീസ് അരിച്ചു പറക്കിക്കൊണ്ടിരിക്കുകയാണ്. സരിൻ ഇപ്പോ ഇന്ദിരാഗാന്ധി എയർപോർട്ടിനകത്താണ്. സരിൻ ദില്ലിയിൽ നിന്ന് ലണ്ടനിലേക്ക് പറക്കുന്ന വിമാനത്തിൽ ടിക്കറ്റ് എടുത്തിരിക്കുകയാണ്. പോലീസ് അമൃത്സറിലും ജലന്ധറിലും ലുധിയാനയിൽ എന്ന് വേണ്ട സരിനുമായി ബന്ധപ്പെട്ട സകല വ്യക്തികളെയും ചോദ്യം ചെയ്യുകയാണ്. അതുപോലെ സകല സ്ഥലവും അരിച്ചു പറക്കുകയാണ്. ഈ നിമിഷത്തിലാണ് ദില്ലിയിൽ നിന്ന് ലണ്ടനിലേക്കുള്ള വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്നത്. വിമാനം ടേക്ക് ഓഫ് ചെയ്ത ആ നിമിഷത്തിൽ പ്രതാപ് സിംഗ് വിവരം അറിഞ്ഞു. സരിൻ ലണ്ടനിലേക്ക് പറന്നു. ആ നിമിഷം തന്നെ SK ശർമ്മയെ വിളിച്ച് കാര്യം പറഞ്ഞു. IG SK ശർമ്മ ഉടൻ ആ വിവരം ADGP സിദ്ദിഖിയെ അറിയിച്ചു. സിദ്ദിഖി ഉടൻ തന്നെ മുഖ്യമന്ത്രി അമരീന്ദർ സിംഗിനെ വിവരം അറിയിച്ചു. അമരീന്ദർ സിംഗ് ദില്ലിയിൽ ഏവിയേഷൻ വകുപ്പിന്റെ മന്ത്രിയെ വിളിച്ച് കാര്യം പറഞ്ഞു. അതിന് ഫലമുണ്ടായി. ദില്ലി വിമാനത്താവളത്തിൽ നിന്ന് ലണ്ടനിലേക്ക് പറന്ന ആ വിമാനത്തിൽ ഏകദേശം ഒരു 30 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു അനൗൺസ്മെന്റ് മുഴങ്ങുകയാണ്. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ഒരു ടെക്നിക്കൽ പ്രോബ്ലം ഉള്ളതുകൊണ്ട് വിമാനം അടിയന്തരമായി ഞങ്ങൾ നിലത്തിറക്കുകയാണ്. എല്ലാവരും ബെൽറ്റ് ഇട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അങ്ങനെ പൈലറ്റ് അനൗൺസ്മെന്റ് കഴിഞ്ഞതും കണ്ണടച്ച് ഉറങ്ങിയായിരുന്ന സരിൻ താഴോട്ട് നോക്കി. ആ വിമാനം ലാൻഡ് ചെയ്യാനായി ഒരു എയർപോർട്ടിന് മുകളിലേക്ക് താഴ്ന്നു വരുന്നതാണ് ആ നിമിഷത്തിൽ സരിൻ കണ്ടത്. വിമാനം താഴ്ന്നു വരുമ്പോൾ സരിന് നല്ല പരിചയമുള്ള സ്ഥലം. അമ്പരപ്പോടെ സരിൻ വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ അയാൾ കാണുന്നത് അമൃത്സറാണ്. അമൃത്സർ എയർപോർട്ടിൽ ആ വിമാനം ലാൻഡ് ചെയ്ത് ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ പോലീസ് ആ വിമാനത്തിനകത്തേക്ക് പാഞ്ഞു കയറി. മറ്റ് യാത്രക്കാർ അമ്പരപ്പോടെ നോക്കി നിൽക്കുമ്പോൾ അവർ സരിനെ അതിനകത്തുനിന്ന് പോക്കി. ആ വിമാനത്തിലെ പലർക്കും ഡോക്ടർ സരിനെ അറിയാം. ലോക പ്രശസ്തനാണ് പർവീൺ കുമാർ സരിൻ. വൃക്ക രോഗികളുടെ വലിയൊരു ആശ്വാസമാണ് പർവീൺ കുമാർ സരിൻ. ആ പർവീൺ കുമാർ സരിനെയാണ് ഇതാ വിമാനത്തിൽ നിന്ന് പോലീസ് പൊക്കിക്കൊണ്ടു പോകുന്നത്. സരിൻ അറസ്റ്റ് ചെയ്യപ്പെട്ട വാർത്ത ആ നിമിഷം തന്നെ ചാനലുകൾ ബ്രേക്ക് ചെയ്തു. ഈ വാർത്ത ചാനലുകളിൽ കണ്ട കീർത്തിയും രാഹുലും അതുപോലെ ഗുർഖിരാത്തും മഞ്ജുത്തൊക്കെ അറിയാതെ ചാടി പോവുകയാണ്. കുറെ നാളത്തെ അവരുടെ നിരന്തര പരിശ്രമത്തിന് ഇതാ ഫലപ്രാപ്തി ഉണ്ടായിരിക്കുകയാണ്. OP മഹാജനൊപ്പം ഓതറൈസേഷൻ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ഡോക്ടേഴ്സും കാക്കർ ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സ്, വക്കീലന്മാർ, മിഡിൽമെൻ, അങ്ങനെ ഒത്തിരിയേറെ ആളുകളാണ് വിചാരണയ്ക്ക് വിധേയമായത്. വിചാരണ നടക്കുന്നതിനിടയിലാണ് ഡോക്ടർ സരിന്റെ മരണം. ലോകം കണ്ട ഏറ്റവും വലിയ കിഡ്നി തട്ടിപ്പുകളിൽ ഒന്നാണ് ഡോക്ടർ സരിൻ ആസൂത്രണം ചെയ്തത്. ആ കാലഘട്ടത്തിൽ 200 കോടി രൂപയുടെ കിഡ്നി സ്കാമാണ് ഡോക്ടർ സരിൻ ഓർഗനൈസ് ചെയ്തത്. ഇന്നത്തെ കാലഘട്ടമായി ചിന്തിച്ചു നോക്കുമ്പോൾ എത്ര 1000 കോടിക്ക് മുകളിൽ അത് വരുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ആളുകളിൽ വെറുതെ ഇരിക്കുന്ന ഒരു അവയവം ഈ ശൈലിയിൽ വിറ്റ് കാശാക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ള ഒരു ടെക്നിക് ലോകത്തിന് മുന്നിൽ പറഞ്ഞുകൊടുത്ത ഡോക്ടർ സരിനെ ഒന്ന് നമിച്ചുകൊണ്ട് ഈ കഥ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതുവരെ ലൈഫിൽ നിന്ന് ലോകം കണ്ട ഏറ്റവും വലിയ കിഡ്നി തട്ടിപ്പിനെ കുറിച്ച് നിങ്ങളോട് പറഞ്ഞത് BS ചന്ദ്രമോഹൻ. കമന്റിൽ ചെയ്യുക. താങ്ക് യു.